I fight the RSS ideologically. I fight the CPM ideologically. And I fight them in the realm of speech. But my biggest complaint with them, is that they do not have feelings for people. അപ്പോൾ ഇപ്പോൾ CPM-നെയും RSS-നെയും കൂടി ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഇത്തരത്തിൽ വിമർശിച്ചത് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ സംസാരിക്കേണ്ടിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹവും കോൺഗ്രസും ഒക്കെ ആലോചിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. RSS-നെ സംബന്ധിച്ചിടത്തോളം RSS-ൻ്റെ വളർച്ചയ്ക്കെതിരായിട്ട് കേരളത്തിൽ ജീവൻ കൊടുത്തും പൊരുതിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം CPIM ആണ് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടി ചേർത്ത് പിടിച്ച് അത്തരം ഒരു പരാമർശം അദ്ദേഹം നടത്തേണ്ടിയിരുന്നില്ല എന്ന ഒരു പ്രതികരണം മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തെ ഒരു CPM ബിരുദനാക്കി നിർത്തണമെന്നുള്ള ആഗ്രഹം. അദ്ദേഹം ഒരു ദേശീയ നേതാവാണെന്നും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് പറയുന്നത് ഫാഷിസ്റ്റ് ശക്തികളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നേതൃത്വം നൽകലാണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ മടിക്കുകയാണ്. അദ്ദേഹത്തെ അത് മറന്നു കളയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രത്യേക സ്വഭാവം. നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയെ ഒരു ദേശീയ നേതാവായി വളർത്തുന്നതിന് പകരം കേരളത്തിലെ ഒരു പ്രാദേശിക കോൺഗ്രസ് രാഷ്ട്രീയക്കാരനായി ചുരുക്കുന്ന പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. രാഹുലും പെങ്ങൾ പ്രിയങ്കയും RSS-നെതിരെ സമഗ്ര പോരാട്ടം ആരംഭിച്ചത് കൂറ്റൻ ഉറപ്പ് അവർക്കുള്ള വയനാട് മണ്ഡലത്തിൽ നിന്നാണ്. കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സുരക്ഷിത അങ്കണത്തിൽ നിന്നുള്ള സേഫ് ഫൈറ്റ്. വെറുതെ ലാഭം മാത്രം, റിസ്ക് ഒന്നുമില്ലാതാനും. ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം നടക്കുന്ന ഇന്ന് കോൺഗ്രസ് പാർട്ടി RSS-നെ അധികാരത്തിലേക്ക് കയറ്റി താങ്ങി നിർത്തിയ ചരിത്രം, അതായത് ബാബറി മസ്ജിദിൻ്റെ തുറക്കൽ മുതൽ പൊളിച്ചു കളയൽ വരെ BJP-യുടെയും അവരുടെ നേതൃനിരകളുടെയും വളർച്ചയ്ക്ക് അസാധ്യമായ കാരണമായ സംഭവ വികാസങ്ങൾ വരെ അത് ഓർമ്മിപ്പിക്കാനുള്ള പ്രലോഭനമുണ്ടാക്കിയവർ ആരാണ്? കോൺഗ്രസിനെയും RSS-നെയും ഒരുപോലെ ആശയപരമായി എതിർക്കും എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ആരാണ് എഴുതി കൊടുത്തത്? കേരളത്തിൽ കാലുകുത്തുമ്പോൾ താൻ ദേശീയ നേതാവാണെന്നും രാജ്യമൊട്ടാകെ BJP-ക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളെ താനാണ് ചേർത്ത് നിർത്താൻ പരിശ്രമിക്കേണ്ടത് എന്നും ഓർക്കേണ്ടത് ആരാണ്? ആ രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ പഞ്ചായത്തുകൾ തോറും കൊണ്ടു നടന്ന് CPIM-നെ തെറി പറയിപ്പിച്ച് 4 വോട്ട് നേടാൻ നോക്കുന്നവർക്ക് രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിനെ പരിചയമില്ലാത്തത് കൊണ്ടാണോ അതോ അറിഞ്ഞുകൊണ്ട് രാഹുലിനെ കൊച്ചാക്കുന്നതാണോ? ഏറ്റവും വലിയ തമാശ, RSS-നെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ അറിവിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായത്തിൽ ആത്മസ്നേഹമുള്ള തൻ്റെ ആചാര്യനായിരുന്ന സീതാറാം യെച്ചൂരിയിൽ നിന്നാണ് എന്നതാണ്. വയനാട്ടിൽ വീടുണ്ടാക്കാൻ ആപ്പുണ്ടാക്കി ആപ്പിലായ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് തട്ടിപ്പ് മറയ്ക്കാനുള്ള കുറുക്ക് വഴി മാത്രമോ രാഹുൽ ഗാന്ധി? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് മുൻ ലോക്സഭാംഗം ഡോക്ടർ A. സമ്പത്ത്, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ സമ്പത്ത്, താങ്കളിലേക്ക് തന്നെ വരികയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ കൊച്ചാക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിന് എന്തു മറുപടിയാണ്, അല്ലെങ്കിൽ എന്ത് പ്രതികരണമാണ് CPM-ൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷേ അത്രയും മാത്രം പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ താങ്കൾക്ക്? അത് വിശദീകരിക്കേണ്ടതുണ്ടോ? ഡോക്ടർ ലാൽ, രാഷ്ട്രീയ രംഗത്ത് ഇനിയും ഈ കാര്യം ചർച്ച ചെയ്യപ്പെടാനിടയുള്ളതായി ഇങ്ങനെ ഒരു വിഷയം അത് കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് എന്ന് ഞാൻ പറയുന്നത് ഒരു പക്ഷേ അനിൽ ബോസ് സമ്മതിക്കാൻ സാധ്യതയില്ല എങ്കിലും ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന
അനുചിതമായിപ്പോയി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ആരെയാണ് എതിർക്കുന്നത്? എന്തിനെയാണ് എതിർക്കുന്നത്? തൻ്റെ വാക്കുകൾ, തൻ്റെ പ്രസംഗങ്ങൾ, എഴുത്തുകൾ അതെല്ലാം നൽകുന്നതായ സന്ദേശം എന്തായിരിക്കും? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ രംഗത്ത് അത് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വം നൽകുന്നവർ ഒന്നിലധികം തവണ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ഒരു വിഷയത്തിൽ, ഞാനിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി അനിൽ ബോസുമായി മറ്റേതെങ്കിലും ഒരു തർക്കത്തിനല്ല, ഒരു രാഷ്ട്രീയമായി നമ്മൾ ഈ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വല്ലാത്ത തർക്കത്തിനല്ല. നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, അത് BJPയുടെ ഭാഗത്തു നിന്ന് എന്ന് മാത്രമല്ല, ലോകത്ത് ഒരു രാഷ്ട്രീയ കക്ഷി അല്ലാത്തതായ ഒരു സംഘടന. അപ്പം ഞാനീ പറയുന്ന കാര്യത്തിൽ എന്തായാലും ഇവിടെ ഒരു BJPയുടെ RSSൻ്റെ പ്രതിനിധി കൂടി ചർച്ചയിൽ പങ്കെടുത്താലും അവർക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്തതായ ഒരു വസ്തുതയുണ്ട്. എന്താണ്? രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് അതിന് ഒരു ഭരണഘടന തന്നെ ഇല്ല, അഥവാ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പിന്നെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കോടതി ഉത്തരവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർക്ക് മാത്രം അത്തരത്തിൽ അങ്ങനെ ഒരു അവരുടേതായ ഒരു ഭരണഘടനാ നിയമാവലി ഉണ്ടെന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. അവരുടേതായ ഒരു യോഗങ്ങൾ ചേരുന്നതും നമ്മുടെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളോ ട്രേഡ് യൂണിയൻ സംഘടനകളോ അതല്ല, ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയോ ഒരു ക്ഷേത്രോപദേശക സമിതിയുടെയോ അല്ല, ഒരു പള്ളി കമ്മിറ്റിയുടെയോ യോഗങ്ങൾ അത്തരത്തിൽ നിർവാഹക സമിതികൾ ചേരുമ്പോൾ എഴുതുന്നത് പോലെ മിനിറ്റ്സ് എഴുതി ചേരുന്നതായിട്ടുള്ളൊരു കാര്യമേ അല്ല. അതും കൂടി മനസ്സിലാക്കണം. ലോകത്തിലെ പല രാഷ്ട്രങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ വാർഷിക ബഡ്ജറ്റുള്ളതായ ഒരു രാഷ്ട്രീയേതര സംഘടന എന്ന്, ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല എന്നാണ് അവർ എപ്പോഴും പറയുക. എന്നാൽ അവർ എല്ലാ മേഖലകളിലും, രാഷ്ട്രീയ രംഗം ഉൾപ്പെടെ, വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ, ശാസ്ത്ര സാങ്കേതിക മേഖല ഉൾപ്പെടെ, ഈ ഗവേഷണ രംഗം ഉൾപ്പെടെ, നമ്മുടെ പ്രതിരോധ മേഖല ഉൾപ്പെടെ എല്ലാ രംഗത്തേക്കും കിനാവള്ളിക്കരങ്ങൾ പോലെ അത് കടന്നു കയറുകയും അവിടെയെല്ലാം വർഗീയത, ഒരു കമ്മ്യൂണലൈസേഷൻ, ഒരു കമ്മ്യൂണലായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ അത് കോർപ്പറേറ്റ് വൽക്കരണത്തിന് വേണ്ടിയും അത് വാണിജ്യവൽക്കരണത്തിന്, കൊമേഴ്സ്യലൈസേഷൻ, കോർപ്പറേറ്റൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ, ഈ 3 സീകളും ചേർന്നിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യം. ഇത് നാഗ്പൂരിൽ RSSൻ്റെ ആസ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഇതിൻ്റേതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ബുദ്ധികേന്ദ്രങ്ങൾ, ആ ബുദ്ധികേന്ദ്രങ്ങൾ നടത്തിക്കേണ്ടതായിട്ടുള്ള മോഡസ് ഓപ്പറാൻഡി, ഇതിന് നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ. ഞാനിപ്പോൾ ഇത് അനിൽ ബോസ് കൂടി ഉള്ളതുകൊണ്ടൊരു അനിൽ ബോസിനും കൂടി അറിയാവുന്ന ഒരു കാര്യവും ഇവിടെ ഡോക്ടർ ലാൽകുമാറിന് കൂടി അറിയാവും. നിങ്ങൾ 2 ലാൽമാരുണ്ടെങ്കിലും എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യം തന്നെയാണ്. ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും BJP മുഖ്യമന്ത്രിമാർക്ക് സർക്കാരിൻ്റേതായ രേഖകളിൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെന്നോ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരെന്നോ ഒരിക്കലും രേഖയിലില്ലാത്തതായിട്ടുള്ള രാഷ്ട്രീയ ഉപദേശക വൃന്ദങ്ങൾ അത്തരത്തിൽ പലരെയും രാഷ്ട്രീയ സ്വയം സേവക സംഘം നിയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ. എന്ന് മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് അതാത് സംസ്ഥാനങ്ങളുടെ ഖജനാവിൽ നിന്ന് നൽകുന്നതായ പണം ഉപയോഗിച്ച് അവരുടേതായിട്ടുള്ള സെക്രട്ടറി, ADC, അവരുടേതായിട്ടുള്ള മറ്റ് ഈ ഉപദേശക വൃന്ദങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ട് എന്ന് നിങ്ങൾക്കൊരിടത്തും തിരഞ്ഞാൽ കാണാൻ പറ്റാത്തതായിട്ടുള്ള ഇത്തരത്തിലുള്ള അജ്ഞാത കരങ്ങളെയും അവിടേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഡോക്ടർ സമ്പത്ത്, ഇത്ര നിഗൂഢമായി പ്രവർത്തിക്കുന്ന, രാജ്യത്ത് ഭരണഘടനയിൽ പോലും വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളെപ്പോലും അപ്രസക്തമാക്കിക്കൊണ്ട് നിഗൂഢമായി രാജ്യത്ത് പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയെ, സംഘടന എന്ന് നമുക്ക് അറിയാൻ വേണ്ടി വിളിക്കണമല്ലോ, അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ CPIM എന്ന് പറയുന്ന, എന്തൊക്കെയാണ് CPMൽ നടക്കുന്നത് എന്നുള്ളത് നാട്ടിലെല്ലാവർക്കും അറിയാവുന്നതാണ്, അത്തരത്തിലൊരു ടെക്സ്റ്റായി നിൽക്കുന്ന CPIMൻ്റെ പ്രവർത്തനങ്ങളെ തുല്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി അറിയാത്തത് കൊണ്ടല്ല, അത് അദ്ദേഹത്തിന് എഴുതി കൊടുത്ത കേരളത്തിലുള്ള ചില പ്രാദേശിക രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് രാഹുൽ ഗാന്ധി അറിയാതെ പോകുന്നതാണോ? ഡോക്ടർ ലാൽകുമാറെ, അധിക സമയം ഞാൻ എടുക്കുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും അദ്ദേഹം വന്ന് കേരളത്തിൻ്റെ മണ്ണിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നതായ വാക്കുകൾ എന്നുള്ളത് ചില BJPയുടെ വല്ലാതെ ഇടതുപക്ഷ വിരുദ്ധത, ഭരണഘടനാ വിരുദ്ധത, ജനാധിപത്യ വിരുദ്ധത, മതനിരപേക്ഷ വിരുദ്ധത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുടേതായിട്ടുള്ള വാക്കുകളായി അത്തരത്തിൽ വന്നത് എന്തായിരുന്നു എന്നറിയോ? എന്താ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിലടയ്ക്കാത്തത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു മനുഷ്യൻ്റെ മേൽ അത്തരത്തിലൊരു FIR ഇല്ലാത്ത, ഒരു ചാർജ് ഷീറ്റ് ഇല്ലാത്ത, ഒരു കുറ്റപത്രം അങ്ങനെ നൽകപ്പെട്ടിട്ടില്ലാത്ത, ഒരു കോടതി ഉത്തരവും ഇല്ലാത്തതായിട്ടുള്ള ഒരാൾ
കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്നുള്ളത് കൊണ്ടും ഒരു മതനിരപേക്ഷ സർക്കാരിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതും അങ്ങനെ ഒരാളിനെ സഖാവ് പിണറായി വിജയനെ ഇതേ RSSൻ്റെ തന്നെ നേതാവ് മധ്യപ്രദേശിലെ ഒരു ചന്ദൻ കുണ്ടാവത്തോ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, ഇങ്ങനെ പിണറായി വിജയൻ്റെ വിലയ്ക്ക് 2 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചപ്പോൾ അല്ലേ, അങ്ങനെ 2 കോടി രൂപയാണ് തലയ്ക്ക് വിലയിട്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ തലയ്ക്ക് വിലയിട്ടത്. ഊരിപ്പിടിച്ച കത്തികൾക്കിടയിൽ കൂടി അദ്ദേഹം നടന്നു എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. RSSകാരുടേതായിട്ടുള്ള ഒരുപാട് ഭീഷണികൾ നേരിട്ട് തന്നെയാണ് പിണറായി വിജയൻ വന്നത്. ഇവിടെ അത്തരം ഒരു കാര്യത്തെ അപലപിക്കാൻ അന്ന് രാഹുൽ ഗാന്ധി തയ്യാറായോ? അല്ല, കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരെങ്കിലും തയ്യാറായോ? ഇല്ലല്ലോ. അപ്പോൾ RSSൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് CPIM ആണ്. CPIM ഒരു വലിയ പാർട്ടിയല്ല, അങ്ങനെ ഞങ്ങൾ അവകാശപ്പെടുന്നതേ ഇല്ല. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടിയാണ്, ദക്ഷിണ പൂർവേഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, പാർലമെൻറ്റിൽ അംഗസംഖ്യ കുറവാണ്, ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ഭരിക്കുന്നത്. എന്നാൽ CPIM മുന്നോട്ട് വയ്ക്കുന്നതായിട്ടുള്ള മുദ്രാവാക്യങ്ങളും CPIMൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല, CPIM നടത്തിയിട്ടുള്ളതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നിയമയുദ്ധങ്ങളടക്കമുള്ള കാര്യങ്ങളും അറിയേണ്ടത്. ഇവിടെ RSSകാർ ഏറ്റവും കൂടുതൽ കൊല ചെയ്തിട്ടുള്ളത് CPIMൻ്റെ പ്രവർത്തകരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വർഗ ബഹുജന സംഘടനകളെ, എന്തിന് പറക്കമുറ്റാത്തതായിട്ടുള്ള പൂർത്തിയെത്താത്ത സജിൻ ഷാഹുൽ എന്ന് പറയുന്ന നെയ്യാറ്റിൻകരക്കാരനായ ഒരു വിദ്യാർത്ഥി അടക്കം കൊല ചെയ്യപ്പെട്ട, ഞാൻ KV സുധീഷ് ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എന്നോടൊപ്പം ഇതുപോലെ ഒരുപക്ഷെ ഏതെങ്കിലും ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ ഇങ്ങനെ വന്നിരുന്നത് നിങ്ങളോടൊപ്പവും അനിൽ ബോസിനോടൊപ്പവും എല്ലാം ഒരുപക്ഷെ നന്നായി അത്തരത്തിൽ വർത്തമാനം പറയുമായിരുന്ന സുധീഷിനെ 37 കഷ്ണങ്ങളായി അരിഞ്ഞു തീർത്തതല്ല. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണല്ലോ കേരളത്തിൽ നിന്ന് ഒരു മാന്യനെ അത്തരത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ലംഘിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യസഭയിലേക്ക് പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ നോമിനേറ്റ് ചെയ്തുകൊണ്ട് BJP അത്തരത്തിലൊരു പുതിയ മാതൃക ഇൻവെർട്ടഡ് കോമയിൽ കാണിച്ചത്. ഇതിനെപ്പറ്റി ഒന്നും കോൺഗ്രസിനൊന്നും പറയാനില്ല എങ്കിൽ എനിക്ക് അവരോട് വേറൊന്നും അവരോട് പറയാൻ. നല്ലൊരു വേദിയായിരുന്നു ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്ന ആ വേദി. അവിടെ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ തൻ്റെ അണികളോടും കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടും മാത്രമല്ല കേരളത്തോടും രാജ്യത്തോടും പറയാൻ രാഷ്ട്രീയമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയ പല കാര്യങ്ങളും അദ്ദേഹത്തിന് നന്നായി അവതരിപ്പിക്കാമായിരുന്നു. അത് അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ തന്നെ നാട്ടുകാർക്ക് മനസ്സിലാകും, അതിനൊരു തർജ്ജമ പോലും ആവശ്യമില്ലായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നതാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് അറിയേണ്ടത്. ആരെങ്കിലും എഴുതി കൊടുത്തത് ഇങ്ങനെ കേരളത്തിൽ വന്ന് പറഞ്ഞേക്കാം എന്നൊരു നേർച്ച നേർന്ന് ഒരല്പം മണ്ടത്തരം പ്രവർത്തിച്ചതാണോ അറിഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി? എല്ലാവരും വേറെ വല്ല കാര്യവും ചോദിക്കുക, ഞാൻ മറുപടി പറയാം. വേറെ വല്ല ഉത്തരവാദിത്വമുള്ള വളരെ മാന്യമായ കാര്യങ്ങൾ താങ്കൾ ചോദിച്ചാൽ ഞാൻ വളരെ കൃത്യമായിട്ട് മറുപടി പറയാം. ഇത്രയും അല്പ ചോദ്യങ്ങളുമായി അല്പത്തരമായിട്ട് വരല്ലേ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ചർച്ച നമ്മൾ പങ്കെടുക്കുമ്പോൾ താങ്കളുടെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്ന യോഗം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുക. മിനിമം അതെങ്കിലും മനസ്സിലാക്കിയിട്ട് ബുദ്ധിയില്ലാത്ത ബോധമില്ലാത്ത എഴുതി കൊടുത്താൽ സംസാരിക്കുന്ന ആളുടെ അടുത്ത് എന്തിനാണോ നിങ്ങളുടെ MA ബേബി എന്ന് പറയുന്ന മഹാൻ പോയിരിക്കുന്നത്? എന്തിനാ പോയിരിക്കുന്നത് അയാളുടെ മുന്നിൽ? ഒരു നാണം വേണ്ടേ, മാനം വേണ്ടേ? വർത്തമാനം പറയുമ്പോൾ കുറേ അന്തസ്സോടുകൂടി അഭിപ്രായം പറയാലേ, അന്തസ്സായിട്ട് അഭിപ്രായം പറ. ഇപ്പോൾ ഈ ചർച്ച നടക്കുന്ന എൻ്റെ അന്തസ്സ് അവിടെ നിൽക്കട്ടെ, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അത് പറഞ്ഞത് എന്നുള്ളത് വിശദീകരിക്കാൻ താങ്കൾക്കുള്ള അവസരമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധികളെല്ലാം ചർച്ചകളിൽ ഇങ്ങനെയൊരു നിലപാടാണ് എടുക്കുന്നത്. ഏത് ചോദ്യത്തിനും അല്ലല്ല ചോദ്യം താങ്കളുടെ അല്ലല്ല അതായിക്കോട്ടെ, ഏത് ചോദ്യത്തിനും കോൺഗ്രസ് പ്രതിനിധികൾ എടുക്കേണ്ട നിലപാടുകൾ എടുക്കും. അതിനൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല, അതിനൊന്നും തർക്കമില്ല. നിങ്ങൾക്ക് അങ്ങ് എതിർത്ത് പറയാനുള്ള അങ്ങ് നിങ്ങൾ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ വിശകലനം ചെയ്യുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ വിശകലനം ചെയ്യുമ്പോൾ, ഇപ്പോൾ പോലും താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ സ്ഥാപനമടക്കം പ്രതിനിധാനം ചെയ്യുന്ന അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ലോകത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അത്ര മണ്ടനും പൊട്ടനും ആരെങ്കിലും എഴുതി കൊടുത്താൽ പറയുന്നതിൻ്റെയൊക്കെ കൂടെ പോയി യോഗത്തിനിരിക്കുന്ന അവിടെ അത് ഉന്നയിക്കാൻ അവസരം ഉന്നയിക്കുമെന്ന് ഇന്ന് CPM നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു. അല്ല ഇത് കേൾക്കൂ, ഇത് കേൾക്കൂ. സമ്പത്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ താങ്കൾക്ക് ഒരു അസ്വസ്ഥതയില്ലായിരുന്നല്ലോ ലാലേ. എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വളരെ സ്നേഹത്തോടു കൂടി നമുക്ക് ചർച്ച ചെയ്യാം, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. കൈരളി ചാനലാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ വരുന്നത്, അപ്പം അതിന് നമുക്ക് തർക്കമില്ല. ഞാൻ സ്നേഹത്തോടെ വ്യക്തിപരമായ യാതൊരു പ്രതികരണമാണ് ഈ രീതിയിലായി. പക്ഷെ ഒരാളെ നമ്മൾ അല്ല ഞാൻ ചോദിച്ച ചോദ്യം ശരിയല്ല, നിങ്ങളങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇവിടെ സമ്പത്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നു, ഞാൻ വന്നു ചർച്ചയിൽ പങ്കെടുക്കുന്നു, ഡോക്ടർ ലാൽകുമാർ പങ്കെടുക്കുന്നു.
നമ്മൾ നമ്മുടേതായ മിനിമം ലെവൽ കീപ്പ് ചെയ്തുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. നമ്മളൊരാളെ വിമർശിക്കണം, ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് വിമർശിക്കുക. അങ്ങനെ ആരെങ്കിലും എഴുതി കൊടുത്താൽ വർത്തമാനം പറയാനിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ നിങ്ങൾ പറഞ്ഞു പോയാൽ ഞാൻ അതിനോട് എങ്ങനെയാണ് യോജിക്കുന്നത്? എനിക്കിങ്ങനെ അല്ലാതെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? അപ്പോൾ അതിനൊന്നും എന്നെ കിട്ടത്തില്ല. അതൊക്കെ അങ്ങ് കൈ വെച്ചാൽ മതി. വളരെ ക്ലിയർ ആയിട്ട് പറയണം, അതൊക്കെ കൈ വെച്ചാൽ മതി. പിന്നെ നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കി തന്നെ അഭിപ്രായം പറയണം. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കാം, കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻ്റായിരിക്കാം, ഞങ്ങളുടെ ടീം ലീഡറാണ്. സമ്പത്ത് സംസാരിച്ചാൽ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി വലിയ നേതാവ്. എനിക്കൊരാശങ്കയില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ഒന്നാമത്തെ നേതാവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവസാന വാക്കായി തന്നെ ഞങ്ങൾ കാണുന്നത്. അവിടെ ഒന്നും ഒരു തർക്കവും വേണ്ട. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയത്തില്ലോ രാഹുൽ ഗാന്ധി നേതാവല്ലെന്ന്. അപ്പം ഇവിടെ എന്താ തർക്കം? അങ്ങനെ ഞാൻ പറയുന്നത്, ഡോക്ടർ സമ്പത്ത് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങയുടെ സീനിയോറിറ്റി, അങ്ങയുടെ പാർട്ടിയിൽ ഇരുന്നിട്ടുള്ള പദവി, അതെല്ലാം മനസ്സിലാക്കി വർത്തമാനം പറയണം. അല്ലാതെ വ്യക്തിപരമായുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കും. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ തർക്കമില്ല, ആർക്കും തർക്കമില്ല. ആ ഉത്തരവാദിത്വം, ആ ബോധത്തോടു കൂടിയാണോ രാഹുൽ ഗാന്ധി സംസാരിച്ചതെന്ന് ചോദ്യം വരില്ലേ? അദ്ദേഹം രാജ്യത്തിന്റെ ഒപ്പോസിഷൻ ലീഡർ ആണെങ്കിൽ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ, പ്രതിപക്ഷത്തെ പാർട്ടികളെ കൂട്ടിയിണക്കി കൊണ്ടുപോകേണ്ട ഒരു മുന്നണിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണെന്ന ബോധം അദ്ദേഹത്തിന് വേണ്ടേ? ആ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യങ്ങളെ എതിർക്കുക, ചോദ്യം ചോദിച്ചവരെ കളിയാക്കുക എന്നതാണോ ശരി? ചോദ്യം ചോദിച്ചവരെ ഞാൻ കളിയാക്കിയില്ല. രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ചോദിച്ചില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം നിങ്ങൾ ചോദിച്ചില്ല. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങൾ നിങ്ങൾ ചോദിച്ചില്ല. നിങ്ങൾ ചോദിച്ച രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്താണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ തിരിച്ച് എനിക്ക് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. ഈ ചർച്ചയിൽ ഒരു അഭിപ്രായം പോലും ഞാൻ പറയുന്നതിന് മുമ്പ് എൻ്റെ പാർട്ടിയുടെ നേതാവിൽ എന്തോ തർക്കം എനിക്കുള്ളതെന്ന് വ്യാഖ്യാനിച്ച സമ്പത്തിൻ്റെ രാഷ്ട്രീയ ഔചിത്യം ശരിയാണോ? അല്ലല്ലോ. ആ ഔചിത്യത്തിന് മറുചോദ്യമാണ് ഞാൻ ചോദിച്ചത്. CPM അഖിലേന്ത്യാ സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കി മരപ്പാവയാക്കി നിർത്തിക്കൊണ്ട്, ഒരു മരപ്പാഴാക്കി നിർത്തിക്കൊണ്ട് ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പർ ഒരു പാർട്ടി ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യുന്ന കേരളം കണ്ടായിരുന്നു. അതല്ല കോൺഗ്രസ്, അതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മനസ്സിലായില്ലേ? അല്ല, നമ്മൾ പലതരം പാർട്ടി ഓഫീസ് ഉദ്ഘാടനങ്ങൾ കണ്ടിട്ടുണ്ട്. പലരും തിക്കി തിരക്കി അവിടെ അധ്യക്ഷനെ അടുപ്പിക്കാതെ നിർത്തുന്ന ചില പാർട്ടി ഓഫീസ് ഉദ്ഘാടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതല്ലല്ലോ വിഷയം. എൻ്റെ അവതാരകൻ ലാലെ CPM പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം മറുപടി പറയുമ്പോൾ പറഞ്ഞോളൂല്ലോ, താങ്കൾ എന്തിനാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? താങ്കൾ ഒരു ആങ്കർ എന്നുള്ളതിലെ പെരുമാറും. ഇതിനകത്ത് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ആരെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ ഇടപെടും. ഇവിടെ ആവശ്യമില്ലാത്ത ഒരു വാക്കും ഡോക്ടർ സമ്പത്ത് ഉപയോഗിച്ചിട്ടില്ല. അത് ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് ഇവിടെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടതില്ല. അത് ഞാൻ ആദ്യം കാണിച്ചതാണ്. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ആ ചോദ്യങ്ങൾ ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ്, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി പറയുന്നതല്ല എന്ന് താങ്കൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് പറയൂ, രാഹുൽ ഗാന്ധി പറഞ്ഞതിനെക്കുറിച്ച് പറയൂ. രാഹുൽ ഗാന്ധി RSSനെ CPMനോട് ഉപമിക്കുന്നത് എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹം എവിടെ നിന്ന് പഠിച്ചതാണത്? RSS എന്താണെന്നുള്ളത് താങ്കൾക്കറിയാമല്ലോ. അല്ല, അതാണ് ചോദ്യം. അത് ചോദ്യം ഇപ്പോഴാണ് താങ്കൾ ചോദ്യത്തിലേക്ക് വന്നത്. ഞാൻ ഇതിനു മുമ്പ് ചർച്ചയിൽ പ്രതികരിച്ച താങ്കളുടെ നിലപാടിനും അതുപോലെ താങ്കളുടെ ചോദ്യം ക്ലവറായി വളരെ മോശമായി താങ്കൾ ചോദിച്ച ചോദ്യത്തിനും അതുപോലെ സമ്പത്ത് ചർച്ചാ മധ്യേ ഉപയോഗിച്ച വ്യാഖ്യാനത്തിനിട നൽകുന്ന ഒരു പരാമർശത്തിന് ഞാൻ മറുപടി പറഞ്ഞാണ്. സമ്പത്തിനറിയാം സമ്പത്ത് എന്താ പറഞ്ഞതെന്ന്. അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അതിനൊന്നും തർക്കമൊന്നും വേണ്ട. പിന്നെ അവതാരകൻ ലാലിനോട്, 2 ലാൽമാരുള്ളതുകൊണ്ടാണ് പറയുന്നത്, അവതാരകൻ ലാലിനോട് അവതാരകനായിട്ടിരിക്കെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ കേരളത്തിൽ ഇപ്പം നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നു. തെരഞ്ഞെടുപ്പിലെ അട്ടിമറികളെക്കുറിച്ച് സമ്പത്തിനും എനിക്കും 2 അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനെക്കുറിച്ച്, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് 2 അഭിപ്രായം ഉണ്ടാകാൻ ഇടയില്ല. നമുക്കെന്നല്ല, ഈ 4 പേർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാൻ ഇടയില്ല. അതെങ്ങനെയാകട്ടെ, ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും നേരിട്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, ഇല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാരണങ്ങളും
അത് എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ വിഷയം എണ്ണി പറഞ്ഞു പോകാൻ വേണ്ടിയല്ല പറയുന്നത്. പക്ഷേ കേരളത്തിൽ ഏറ്റവും അവസാനം മറന്ന DGP നിയമനമടക്കം പൂരം കലക്കലടക്കം ഇങ്ങോട്ട് വന്നിട്ടുള്ള EP ജയരാജനുമായി ബന്ധപ്പെട്ട BJP പ്രഭാരിയുടെ ചായ കൂടി അടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഈ ചർച്ചയിൽ തന്നെ പരാമർശിച്ചല്ലോ, ഇന്ത്യയുടെ രാഷ്ട്രപതിയും ഇന്ത്യ ഗവൺമെൻറ്റും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരാളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. എന്തേ പിണറായി വിജയൻ പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് പിണറായി വിജയൻ ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞില്ല? നമുക്കൊക്കെ കേൾക്കാൻ അല്ല, അദ്ദേഹം ഇവിടെ നമുക്കറിയാം ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം പ്രതികരിക്കാൻ സമയമാകുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, താങ്കൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ. അല്ല അദ്ദേഹം ഒരു സെക്കൻഡില്ലേ എന്താ അല്ലേ ഇത്രയും വെപ്രാളം എന്തിനാ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ. അടി തുടങ്ങുന്നതിന് മുമ്പ് വെപ്രാളപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? ഇനി അദ്ദേഹം വന്നിട്ട് ആ കൊല്ലത്തൊരു പയ്യൻ പിന്നെ കറണ്ടടിച്ച് മരിച്ചായിരുന്നല്ലോ, അതിനെക്കുറിച്ച് വാവിളിച്ചു. അല്ല, ഈ കാര്യങ്ങളൊക്കെ പ്രതികരിക്കാനാണോ രാഹുൽ ഗാന്ധി, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗം നടത്തുന്നിടത്ത് പ്രസംഗിക്കേണ്ട, ഗൗരവമായി സംസാരിക്കേണ്ട രാഹുൽ ഗാന്ധി അതിന്റെ തലേനാൾ കേരളത്തിൽ വന്ന് ഈ കാര്യങ്ങൾ പറയാനാണോ വരുന്നത്? ഇവിടെ ഇല്ലേ ആളുകൾ? നിങ്ങൾക്ക് രാഷ്ട്രീയം പറയണമെങ്കിൽ VD സതീശനില്ലേ, സണ്ണി ജോസഫില്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവരില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ നിങ്ങൾക്ക് അപ്പുറത്തില്ലേ? നിങ്ങളുടെ തന്നെ അപ്പുറത്ത്. ലാലെ, ഞങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറയണം, ഏതൊക്കെ ജോലി ചെയ്യണം, അത് CPM ഓഫീസിൽ നിന്ന് എഴുതി തരണ്ട. വേണ്ട, പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഈ ചോദ്യങ്ങൾ വരും. രാഹുൽ ഗാന്ധി അങ്ങനെ പറയുമ്പോൾ ഈ ചോദ്യങ്ങൾ വരും. എന്താ ഇത് ഒരു ഔചിത്യമില്ലാതെ പെരുമാറാതെ ലാലെ? വിളിക്കുമ്പോഴേ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടല്ലേ വരുന്നത്, ഒരു ഔചിത്യമില്ലാതെ പെരുമാറും. അല്ല, അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു അനിൽ ബോസ് അങ്ങ് പറയുന്നതിനോട് ഞാൻ പറഞ്ഞു പോകും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകാം. നിങ്ങൾ ചോദിച്ചോ, അല്ലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നതിന് ലോജിക്കലി കറക്റ്റ് ആയിരിക്കണം, ഇഷ്യൂ ബേസ്ഡ് ആയിരിക്കണം. ചുമ്മാതെ CPM-നെതിരെ ഞാൻ എന്തെങ്കിലും ഒരു സൂചന കൊടുക്കുമ്പോൾ തന്നെ വിരളി പിടിച്ചുകൊണ്ട് വിഭ്രാന്തി ഞാൻ സംസാരിക്കുമ്പോൾ അത് കേട്ട് പബ്ലിക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുക. നിങ്ങൾ പാർട്ടിക്കൂറ് തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് ചർച്ച എടുക്കാമെന്ന്. പാർട്ടിക്കൂറ് നിങ്ങൾ CPM ആണെന്നേ ഞാൻ അംഗീകരിച്ചു. താങ്കളുടെ പാർട്ടിക്കൂറാണ് ഈ വെളിപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധിയോടുള്ള. ഞാൻ അംഗീകരിച്ചു. അല്ല, തീർച്ചയായിട്ടും എൻ്റെ പാർട്ടിയുടെ നേതാവിനോട് എനിക്ക് കൂറ് വേണ്ടേ? എൻ്റെ പാർട്ടിയോടും എൻ്റെ പാർട്ടിയുടെ നേതാവിനോടും കൂറുള്ളത് കൊണ്ടാണല്ലോ എൻ്റെ പാർട്ടി എന്നെ ചർച്ചയ്ക്ക് വിടുന്നത്, അല്ലേ? ശരി, ആദ്യഘട്ടത്തിൽ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ച് താങ്കൾക്ക് അതിലേക്ക് വരാം. ഉത്തരം പറയേണ്ട ചോദ്യം ഇതാണ്, അതായത് രാഹുൽ ഗാന്ധി, അതെ അത് തന്നെയാണ് ചോദ്യം. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് CPM-നെ എൻ്റെ സ്നേഹിത ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ വെപ്രാളപ്പെടേണ്ടത് ഇന്നത്തെ ഒരു ചർച്ച കൊണ്ട് CPM-ഓ കോൺഗ്രസോ അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കളെല്ലാം തീർന്നു പോകും. നിങ്ങളെന്തിനാ ഇത്രയും വിഭ്രാന്തി? വളരെ ക്ലിയറായി ഞാൻ പറയുകയാണ്, കേരളത്തിൽ ഇന്ത്യയിൽ പല സ്ഥലത്തും തെരഞ്ഞെടുപ്പിലൂടെ BJP അധികാരത്തിൽ വന്നു. ഇവിടെ നടക്കുന്ന ഓരോ നടപടിക്രമങ്ങളും ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയായിട്ടുള്ള ആനി രാജ പറഞ്ഞെന്താ? കേരളത്തിലെ പോലീസിൽ BJP സെൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് പ്രതികരണമുണ്ടോ? ഇവിടെ കൂത്തുപറമ്പ് സംഭവത്തിൻ്റെ പേരിൽ CPM രാഷ്ട്രീയമായി വേട്ടയാടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ച ഒരാളെ BJP-യുടെ നിർദ്ദേശമനുസരിച്ച് ശുപാർശ അനുസരിച്ച് ഇവിടെ DGP ആയിട്ട് വയ്ക്കുന്നു. നിങ്ങൾക്ക് എന്താണ് മറുപടി? നിങ്ങൾക്ക് പ്രതികരണമുണ്ടോ? നിങ്ങൾക്ക് പ്രതികരണമില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ BJP നേതാക്കളുമായി ചർച്ചയ്ക്ക് വിടുന്നത് തൃശ്ശൂരിൽ നമ്മൾ കാണുന്നു. നിങ്ങൾക്ക് പ്രതികരണമുണ്ടോ? നിങ്ങൾക്ക് പ്രതികരണമില്ല. ഇപ്പോൾ രാജ്യസഭയിലേക്ക് ഒരാളെ വെച്ചു, അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കൊലപാതകങ്ങൾക്കടക്കം നേതൃത്വം നൽകിയെന്ന് സമൂഹം കണ്ട് രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരാളെ രാജ്യസഭയിലേക്ക് വെച്ചു. നിങ്ങൾ ഉടനെ അതിന് ന്യായീകരണം അമേരിക്കയിലായതുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന്. അമേരിക്കയിലായതുകൊണ്ട് എത്രയോ നേതാക്കൾ, കേരളത്തിലുള്ള മന്ത്രിമാർ, മുഖ്യമന്ത്രിമാരൊക്കെ ആദ്യമായിട്ടല്ലല്ലോ വിദേശത്ത് പോകുന്നത്. ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് പ്രതികരിക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് അതിനൊക്കെ PR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നേ. ഒരു പ്രസ് റിലീസ് കൊടുക്കാനായിട്ട് അദ്ദേഹം അമേരിക്ക എന്ന് പറയേണ്ട കാര്യമൊന്നും. ശരി, ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായല്ലോ, എന്തേ പ്രതികരിച്ചില്ല? CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അമേരിക്ക പോയില്ലല്ലോ. അല്ല, ഇവിടെ പ്രതികരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പ്രതികരിച്ചാണ് ഞാൻ കണ്ടത്. ഉദ്ദേശിക്കുന്ന ആളുകൾ തന്നെ പ്രതികരിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിക്കുന്നത് ഞാൻ വരാം.
താങ്കൾ ആ ഭാഗം ഒന്ന് പൂർത്തിയാക്കൂ. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് താങ്കൾ എന്നോട് മുൻപേ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഏതൊക്കെ നേതാക്കൾ ഏതൊക്കെ വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന താങ്കളാണ് പറയുന്നത് ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളുടെ ഇഷ്ടത്തിനെ പ്രതികരിക്കുന്നു. അതാ പറഞ്ഞത്. താങ്കൾ അങ്ങനെ ആക്കി മാറ്റണ്ട. ചോദ്യം ചോദിച്ച എന്നെ ഒരു പാർട്ടിയുടെ വക്താവാക്കി മാറ്റി, എന്നിട്ട് അത് എന്നോട് ഒരു പാർട്ടിക്കാരനുള്ള ഉത്തരം പോലെ പറഞ്ഞ് ഈ ചർച്ചയെ അങ്ങനെ അധിക്ഷേപിക്കാൻ താങ്കൾ ഉദ്ദേശിക്കേണ്ട. രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, അങ്ങനെ അംഗീകരിക്കാൻ CPM മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഒക്കെ തയ്യാറാകുമ്പോൾ അദ്ദേഹം അതിന് തയ്യാറാകുന്നുണ്ടോ, ആ ഔന്നത്യത്തിലേക്ക് അദ്ദേഹം വരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം തരാൻ താങ്കൾക്കായോ? അതാണ് താങ്കൾ അന്വേഷിക്കേണ്ടത്. ഞാൻ അടുത്ത റൗണ്ടിൽ താങ്കളിലേക്ക് കൂടുതലായി വരാം. ലാൽകുമാർ, നോക്കൂ, എന്റെ ചോദ്യം തെറ്റായി പോയി. ഇതാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് BJPയുടെ നിയമനത്തിൽ പ്രശ്നങ്ങളുണ്ട്, തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ രാജ്യസഭയിലേക്ക് BJP ചിലരെ നോമിനേറ്റ് ചെയ്തപ്പോൾ അതിനോട് പ്രതികരിക്കുന്ന കാര്യത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്ത് പ്രാദേശികമായി പല പല പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്. ഇന്ന് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചതിൻ്റെ കാര്യവും ചർച്ചയായതാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ VD സതീശനും സണ്ണി ജോസഫും മറ്റ് കോൺഗ്രസ്സുകാരും ഒന്നും പറഞ്ഞിട്ട് ഏശാത്തത് കൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പറ്റൂ എന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നുന്നുണ്ടോ? അതാണോ നമ്മൾ ഈ കാണുന്നത്? ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ഐ വാസ് ടോട്ടലി സർപ്രൈസ് ടു ഹിയർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ പോലൊരാൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം രാഹുൽ ഗാന്ധി ഇപ്പം കേരളത്തിലെ സർക്കാരിനെ എതിർക്കുക, ഉദാഹരണത്തിന് അദ്ദേഹം CPMൻ്റെ സർക്കാരിനെ, പിണറായി വിജയനെ എതിർക്കുക എന്ന് പറയുന്നത് നമുക്കൊരു അക്സെപ്റ്റബിൾ ലൈനാണ്. കാര്യം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ദേശീയ തലത്തിൽ വലിയ ആളായിരിക്കുന്ന രാഹുൽ ഗാന്ധി കേരളത്തിലെ സർക്കാരിനെതിരെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സംസ്ഥാനത്ത് എതിർത്ത് പറയുന്നു എന്ന് പറയുന്നത് ഒരു പ്രശ്നമായി ഞാൻ കണക്കാക്കുന്നില്ല. അതല്ല ഇവിടുത്തെ പ്രശ്നം. നോക്കൂ, അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് RSSും CPIM തമ്മിലുള്ള കമ്പാരിസനാണ്. എങ്ങനെയാണ്, ഹൗ ക്യാൻ യു ഡ്രോ ലൈൻസ് ബിറ്റ്വീൻ ബോത്ത് ദിസ് പാർട്ടീസ്? അത് പറ്റില്ല. കാര്യം RSS എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ്. ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ അതൊരു രാഷ്ട്രീയ സംഘടനയല്ല, എന്നാൽ ഈ പൊളിറ്റിക്കൽ ഫ്ലേവർ എല്ലാമുള്ള BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കി നിൽക്കുന്ന ഒരു സംഘടനയാണ് RSS സംഘടന. അത് സാംസ്കാരിക സംഘടന എന്നൊക്കെ അവർ പറഞ്ഞാലും ആ കൾച്ചറൽ ഫ്ലേവറിനെക്കാട്ടിലും കൂടുതൽ അവർക്കുള്ളത് പൊളിറ്റിക്കൽ ഫ്ലേവറാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ രാജ്യത്തെ ഹിന്ദുത്വ അടിസ്ഥാനത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റി മറ്റ് പൗരന്മാരെ എല്ലാം ഏതാണ്ട് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സംഘടനയുമായി മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന CPIMനെ എങ്ങനെ കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നോക്കൂ, ഈ പറയുന്ന CPIM നിൽക്കുന്നത് മാർക്സിസ്റ്റ് ലെനിനിസമാണ്. അത് ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറയുമ്പോഴും ഇന്ത്യയിലെ അല്ലെങ്കിൽ എല്ലാ തരത്തിലും അത് ഈക്വാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. അതിനകത്ത് മതം എന്ന് പറയുന്നത് ഇല്ല. സെക്കുലറിസത്തിന് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സെക്കുലറിസമാണ് അവരുടെ കോർ ഐഡിയ. അങ്ങനെ ഒരു കോർ ഐഡിയ ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഹൗ ക്യാൻ യു മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ RSS ആൻഡ് CPIM? എനിക്ക് ഒരു കാരണവശാലും മനസ്സിലായില്ല. നോക്കൂ, നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യം രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും തമ്മിലുള്ള ബന്ധം, അദ്ദേഹത്തിന് RSS എന്ന ഒരു ഇൻഹറന്റ് ഡേഞ്ചറിനെ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയിലേക്ക് വ്യക്തമായി പരിചയപ്പെടുത്തിയത് സീതാറാം യെച്ചൂരിയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുന്നത്? CPMനെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? അവിടെയാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് LDF സർക്കാരിനോട് എതിർപ്പാണ്, LDF സർക്കാരിനെ അദ്ദേഹം പഴിച്ച് സംസാരിക്കുന്നു എന്നുള്ള പ്രശ്നമല്ല അവിടെ, അല്ലെങ്കിൽ അങ്ങനൊരു കാര്യമല്ല അദ്ദേഹം ചെയ്തത്. അങ്ങനൊരു കാര്യം ചെയ്യാത്ത പക്ഷം അദ്ദേഹം ഒരു ഇമ്മച്യൂറായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ, രാഹുൽ ഗാന്ധി ഇപ്പം അനിൽ ബോസ് പറഞ്ഞ സെൻറ്റൻസിൽ തന്നെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. നോക്കൂ, എൻ്റെ സർക്കാരിനെ എതിർത്ത ശേഷവും CPM ജനറൽ സെക്രട്ടറിക്ക് അവിടെ പോയി ആ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അദ്ദേഹവുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് കാര്യം. അതെന്തുകൊണ്ട് അദ്ദേഹം സഹകരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പോകാവുന്നത്? RSS പിടിമുറുക്കിയിരിക്കുന്ന BJP എന്ന് പറയുന്ന ഒരു പാർട്ടി ആ രാജ്യം മൊത്തം വർഗീയത പടർത്തി
അവർ രാജ്യം വീണ്ടും വീണ്ടും ഭരിക്കുക. ഒരു ഫെയർ ഇലക്ഷൻ പോലും നടക്കാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അനിൽ ബോസിനും അറിയാം. ഇപ്പോൾ കോൺഗ്രസ് തോക്കുന്നത് കോൺഗ്രസിൻ്റെ ഇൻഹെറൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്. അതിനുപരി BJP ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം, ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെ പിടിമുറുക്കിക്കൊണ്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെ തോൽപ്പിക്കാനാണ് ഈ പറയുന്ന CPM-നെതിരെ പറഞ്ഞിട്ടും അദ്ദേഹം MA ബേബി ഇവരുമായിട്ട് സഹകരിക്കുന്നത്. അത് കാരണം വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പ്രതികരണമാണ്, ആ പാർട്ടിയുടെ വർഗീയതയ്ക്കെതിരെയുള്ള പ്രതികരണമാണ്. ആ വർഗീയതയ്ക്കെതിരെയുള്ള പ്രതികരണം അതിന് പകരം സർക്കാരിനെ എതിർക്കുമായിരുന്നെങ്കിൽ പിന്നെ ഇച്ചിരൂടെ കുഴപ്പമൊന്നുമില്ലെന്നേ. നോക്കൂ, കേരളത്തിൽ ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. കേരളത്തിൽ ആദ്യമായി വയനാട്ടിൽ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായി അദ്ദേഹം നിൽക്കാൻ വന്നല്ലോ. ഹി ഡിസൈഡഡ് ടു കണ്ടസ്റ്റ് ഫ്രം വയനാട് അല്ലേ. അന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞെന്താ, CPM-നെതിരെയോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സർക്കാരിനെതിരെയോ ഒന്നും ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ഉപയോഗിച്ചത്. കാര്യം എന്താ, ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുണ്ട്. അതിനെ ഡൈല്യൂട്ട് ചെയ്യല്ലേ രാഹുൽ ഗാന്ധി ചെയ്തത്. രാഹുൽ ഗാന്ധിയെ പോലെ അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് തിരുത്താനും സമയമുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹം നോക്കൂ, ഒരു സർക്കാരിനെ എതിർക്കുന്നതും ഈ പറഞ്ഞ ആശയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതേ പ്രശ്നത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് അവർ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള അവരുടെ ബന്ധം. കോൺഗ്രസിന് ആം ആദ്മി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ വിഴുങ്ങി ഡൽഹിയിൽ. അത് കഴിഞ്ഞ് അവർക്ക് ഡൽഹിയിലും അല്ലെങ്കിൽ മൊത്തത്തിലും അരവിന്ദ് കെജ്രിവാളുമായിട്ടുള്ളത് ഒരു ആൻറ്റഗണിസ്റ്റിക് പൊസിഷനാണ്. ആ പൊസിഷൻ രാജ്യത്ത് വരുമ്പോൾ നല്ലതാണോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം നമുക്ക് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനകത്ത് സഹകരിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ മതനിരപേക്ഷ ചേരി അധികാരത്തിലേക്ക് വരുമായിരുന്നു എന്നുള്ളൊരു ധാരണയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിനകത്ത് ആം ആദ്മി പാർട്ടിയും ഈ പറയുന്ന മമതാ ബാനർജിയും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ അഗ്രസീവ് നേച്ചർ കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ പൊളിറ്റിക്കൽ ഗ്രൗണ്ട് മനസ്സിലാക്കാതെ ഉള്ള പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആശയം, സെക്യുലറായിട്ടുള്ളൊരു പാർട്ടിയുടെ ആശയം പോലും നിങ്ങൾ റദ്ദ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുമായിട്ട് എങ്ങനെ സഹകരിക്കാൻ ഫ്യൂച്ചറിൽ പറ്റും? എത്ര ആത്മാർത്ഥമായി സഹകരിക്കാൻ പറ്റും? അതാ പറഞ്ഞേ, സർക്കാരിനെ എതിർക്കുന്നതും മറ്റേ ആശയത്തെ റദ്ദ് ചെയ്ത് കളയുന്നതും RSSുമായിട്ടുള്ള കമ്പാരിസൺ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ആശയത്തിനെ റദ്ദ് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ആ ആശയത്തിനെ റദ്ദ് ചെയ്ത് കളഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന CPM പോലെ തന്നെയാണല്ലോ സെക്യുലർ ലൈനിൽ നിൽക്കുന്ന RJD ഉണ്ട്. RJD എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമാണ് അല്ലേ? അങ്ങനെ സോഷ്യലിസ്റ്റ് ലൈനിൽ നിൽക്കുന്നവരൊക്കെ നിങ്ങൾ റദ്ദ് ചെയ്ത് കളയുമോ? അപ്പം നിങ്ങളുടെ പരോക്കിയലായിട്ടുള്ള ഒരു റീജിയൻ്റെ ഇൻട്രസ്റ്റ് നോക്കി ഒരാശയത്തെ റദ്ദ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാവും. കോംറേഡ്സ് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ പ്രയോഗം നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു പണ്ഡിറ്റ് നെഹ്റു, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ. അത് അദ്ദേഹം ഓർത്താ നന്ന് എന്ന് പറഞ്ഞാൽ നിർത്തും. ശരി, ഡോക്ടർ സമ്പത്ത്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ സഹകരിക്കും എന്ന കാര്യമാണ് മുമ്പോട്ട് പോകുമ്പോൾ. ഇവിടെ ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞ ഒരു വാക്ക് അത് ഇംഗ്ലീഷിലാണ്, ഇത് തന്നെയാണ് മലയാളത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇമ്മച്വർ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഡോക്ടർ സമ്പത്ത് മറ്റൊരു രീതിയിൽ പറഞ്ഞത്. ഞാനൊരു പക്ഷേ അല്പം ബോധമുള്ള ആളുകൾ ഇങ്ങനെ ചോദിക്കുമോ, ഇങ്ങനെ പറയുമോ എന്ന് ഞാൻ ചോദിച്ചതും അനിൽ ബോസിന് പ്രകോപനമുണ്ടായതുമൊക്കെ ഈ സാഹചര്യത്തിലാണ്. പക്ഷേ നോക്കൂ, എങ്ങനെയാണ് ബോധമുള്ളവർ ഈ കാര്യത്തിൽ സഹകരിക്കുക എന്നുള്ള ചോദ്യം നിങ്ങളോടും വരും. ഡോക്ടർ ലാൽകുമാറെ, നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി അനിൽ ബോസ് അങ്ങനെ ഒരു നിലപാട് എടുത്തത് നന്നായി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുവെങ്കിൽ തോന്നിക്കൊള്ളട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുടേതായ ആ പ്രസ്താവന അനുചിതവും അനവസരത്തിലും അത് ദുരുപദിഷ്ടവും അദ്ദേഹത്തെ അക്കാര്യത്തിന് എഴുതി കൊടുക്കുകയോ ഉപദേശിക്കുകയോ ചെയ്തവർ മറ്റേതെങ്കിലും നിഗൂഢമായ താല്പര്യങ്ങളും അത്തരത്തിലുണ്ടായിരിക്കുന്നവർ, അത് ഞാൻ അങ്ങനെ തന്നെ സംശയിക്കുകയാണ്. എനിക്കിപ്പോൾ അനിൽ ബോസിനും എനിക്കും ഓഫ് കോഴ്സ് വി ക്യാൻ അഗ്രി ടു ഡിസഗ്രി, സ്വാഭാവികമാണ്. ഞാൻ അങ്ങനെ തന്നെ ആ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ. ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ ഞാൻ ലോക്സഭയിൽ അംഗമായിരുന്ന ആളാണ് 10 കൊല്ലക്കാലം. ഞാൻ 15ഉം 16ഉം ലോക്സഭകളിലുണ്ടായിരുന്നു. രണ്ടാം UPA സർക്കാർ ഞങ്ങളുടെ പിന്തുണ ഇല്ലാത്തതായിട്ടുള്ള, അങ്ങനെയായിരുന്നല്ലോ, ഇടതുപക്ഷത്തെ വകവരുത്തുക എന്നുള്ളതായിരുന്നുവല്ലോ ഇൻഡോ US ആണവ കരാറിനെ തുടർന്ന് ഇടതുപക്ഷം ആ പിന്തുണ പിൻവലിക്കുമ്പോൾ പിന്നീട് ഉണ്ടായത് എന്നുള്ളത് ബീറ്റ് ദ ലെഫ്റ്റ് എന്നുള്ള നിലയിലേക്കായിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുകയുണ്ടായി. രണ്ടാം UPA സർക്കാർ വന്നു, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് വന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആ നിയോഗം ഏൽപ്പിച്ചത് തന്നെ കോൺഗ്രസ് പാർട്ടിയാണല്ലോ.
അദ്ദേഹത്തിനെതിരായി ലോക്സഭയ്ക്കകത്ത് വല്ലാതെ അത്തരത്തിൽ പറയുകയും പുറത്തു വന്നിട്ട് വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി മുഖത്തടിക്കുന്നത് പോലെയുള്ള വർത്തമാനം നടത്തുകയും ചെയ്തത് അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി എന്തിനെയാണോ നേരത്തെ എതിർത്തു പറഞ്ഞത് അത് തന്നെ തനിക്ക് ഇത്തരത്തിൽ എയ്തുവിട്ട ശരങ്ങൾ തിരിച്ചു വരുന്നത് പോലെ അദ്ദേഹം നിയമത്തിൻ്റെ മുമ്പിൽ വേട്ടയാടപ്പെടുന്നതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അന്ന് അത്തരത്തിലുള്ളൊരു വാർത്താ സമ്മേളനം നടക്കുന്ന വേളയിൽ അന്ന് ചില ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഡൽഹിയിൽ കൂടിയായിരുന്നതാണ്. ഇംഗ്ലീഷ് ന്യൂസ് ചാനലിലടക്കം ഞാനന്ന് പങ്കെടുക്കുകയുണ്ടായി. ഞാൻ മലയാളം വാർത്തയിൽ ഇത്തരത്തിലുള്ള മലയാളം ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചയിൽ ഞാനത് വളരെ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് അനുചിതവും അനവസരത്തിലുമാണ് എന്നുള്ളത് മാത്രമല്ല അപക്വമായിപ്പോയി. അദ്ദേഹം ഇക്കാര്യങ്ങളിൽ കുറേ കൂടി പക്വത കാട്ടിക്കൊണ്ട് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൻ്റേതായിട്ടുള്ള ആ ഉന്നതത്തിൽ നിന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ അദ്ദേഹം കൈകാര്യം ചെയ്യണമായിരുന്നു എന്നുള്ളത്. ഞാനിപ്പോഴും ആ അഭിപ്രായം തന്നെയാണ് വെച്ച് പുലർത്തുന്നത് അദ്ദേഹത്തോട്. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ഈ ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടവും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പൊക്കമുള്ളവനെ കുനിയാനായി കഴിയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. പൊക്കമുള്ളവൻ കുനിഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ വാതിലിൻ്റെ കട്ടളയിൽ തലയിടിച്ചാൽ ഉണ്ടാകുന്നതായ ദുരന്തവും കൂടി ഓർക്കണമെന്നുള്ളത് മറന്നു പോകരുത്. മറ്റൊരു കാര്യം, ഇപ്പോൾ അനിൽ ബോസ് ചോദിച്ചു, ഇപ്പോൾ MA ബേബി അവിടെ ചെന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിന് BJPയുടേതായ സംഘപരിവാറിൻ്റേതായിട്ടുള്ള ഈ നാട്ടിലെ ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടയെ ചെറുക്കുന്നതിന് വേണ്ടി ആരുടെ മുന്നിലേക്കും പോകാൻ, ആരോടും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, ആരോടും ഇത്തരം കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ നാടിനെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് ചേരാൻ ഞങ്ങൾ തയ്യാറാണ്. മുമ്പും തയ്യാറാണ്, ഇപ്പോഴും തയ്യാറാണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ ഇപ്പോൾ ഈ ചർച്ചയിലൊരു കാര്യം, RSSനെയും CPIMനെയും ഒരേ നുകത്തിൽ കെട്ടുന്നതിന് മുമ്പൊരു കാര്യം അനിൽ ബോസ് കൂടി അറിയാൻ വേണ്ടി ഞാൻ പറയാം. ഇത് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ 50ാമത് വാർഷികമാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നന്നായി പരിശ്രമിക്കുകയെല്ലാം ചെയ്തു, അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ രാഹുൽ ഗാന്ധി വന്നൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പിന്നീട് ഇപ്പോൾ ഈ നമ്മൾ മുമ്പ് ഒരു MLA, ഒരു സ്വതന്ത്ര MLA പറഞ്ഞ വർത്തമാനം, അതൊന്നും ഞങ്ങൾ ആ കാര്യങ്ങളൊന്നും ഓൺ ചെയ്യുന്നതല്ല, അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു എന്ന് അപ്പോൾ തന്നെ ടെലിവിഷൻ ചാനൽ ചർച്ചകൾ ഞാൻ പറയുക മാത്രമല്ല CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദ മാഷ് വന്ന് പറയുകയുണ്ടായി. എന്താണെന്നുള്ളത് അറിയാമല്ലോ വിഷയം. ഇവിടെ സഖാവ് പിണറായി എന്നൊരു ചോദ്യം ചോദിച്ചു. താങ്കൾക്ക് അറിഞ്ഞുകൂടാത്തതായിട്ടുള്ളൊരു കാര്യം, താങ്കളുടെ പിതാവിൻ്റെ മാതാവ്, താങ്കളുടെ അമ്മുമ്മ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ മർദ്ദനത്തിന് വിധേയമാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്നൊരു പൊതുപ്രവർത്തകനാണ് ഞാനെന്നുള്ളത്. അദ്ദേഹം പറയാതെ പോയൊരു കാര്യം, സഖാവ് പിണറായി പറയാതെ പോയൊരു കാര്യം ലോക്സഭയുടെ രേഖകളിലുണ്ട്. അത് സഖാവ് AKജിയുടേതായ പ്രസംഗമായിരുന്നു. ജഗജീവൻ റാം അടക്കം തലകുമ്പിട്ട് ഇരിക്കേണ്ടി വന്നതായിട്ടുള്ളൊരു പ്രസംഗമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥക്കാലത്ത് ഏറ്റവും ഭീകരമായ മർദ്ദനങ്ങളെ നേരിട്ടതിന് ശേഷം ഇന്നൊരു മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, അദ്ദേഹം പിണറായി വിജയനാണ്. അപ്പോൾ അനിൽ ബോസ് ചോദിക്കുകയാണ്, അതിനെ പിണറായി എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല, ഇതിനെന്തുകൊണ്ട് പ്രസ്താവന ഇറക്കിയില്ല, അതിനെന്തുകൊണ്ട് പ്രസ്താവന ഇറക്കിയില്ല എന്നുള്ളത്. ഞങ്ങൾ CPIM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ സംവിധാനമുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടേതായ ഘടകങ്ങൾ, പാർട്ടി കമ്മിറ്റികൾ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ, പാർട്ടിയുടേതായ ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയുടെ അഭിപ്രായം, ഈ സംസ്ഥാന ഘടകത്തിൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് 1 മിനിറ്റ് എടുത്ത് ഞാനത് നിർത്താം. അനിൽ ബോസിന് ചിരി വരും. കാരണം ഇവരുടെ എല്ലാം അത്തരത്തിലുള്ള വല്ലാതെ ചിരിയുടെ മുമ്പിൽ പോലും ചൂളാതെ നിന്ന് അത്തരത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാടിയ ഒരു പ്രസ്ഥാനം CPIM എന്നുള്ളൊരു പ്രസ്ഥാനം. അപ്പോഴും 1975 ഓഗസ്റ്റ് മാസം 22-ാം തീയതി യർവാദ ജയിലിൽ നിന്ന് RSSൻ്റെ സർസംഘചാലക്കായിരുന്ന RSSൻ്റെ ഇപ്പോൾ അവർ രാഹുൽ ഗാന്ധിയാണ് തങ്ങളുടെ ഏറ്റവും തിരുവാക്കെതിർവായില്ലാത്ത നേതാവ് എന്ന് പറയുന്നത് പോലെയുള്ളൊരു നേതാവ്, ബാലാസാഹിബ് ദേവറസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്താണ് ജയിലിൽ നിന്ന്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും എല്ലാം ജയിലുണ്ട്. മൊറാർജി ദേശായി ഉണ്ട്, ജ്യോതി ബസു ഉണ്ട്, പിന്നെ EMS അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ നിരവധി പേര്. കത്തിലെ ഒരു ഭാഗം വായിക്കണം. കോട്ട്, ഫ്രം ദ ജയിൽ ഐ ലിസൺഡ് വിത്ത് റാപ്റ്റ് അറ്റൻഷൻ ടു യുവർ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് റിലേഡ് ഫ്രം ഓൾ ഇന്ത്യ റേഡിയോ ആൻഡ് അഡ്രസ് ടു ദ നേഷൻ ഓൺ ഓഗസ്റ്റ് 15, 1975. 1975 ആഗസ്റ്റ് 15 താങ്കൾ ഈ രാഷ്ട്രത്തോടായി നടത്തിയതായ പ്രസംഗം ഞാൻ ആകാശവാണിയിൽ കൂടി ഞാനത് ശ്രവിക്കുകയുണ്ടായി. ബാലാസാഹിബ് ദേവറസ് RSSൻ്റെ സർസംഘചാലകൻ്റെ കത്താണ്. യുവർ സ്പീച്ച് വാസ് സ്യൂട്ടബിൾ ഫോർ ദ ഒക്കേഷൻ ആൻഡ് വെൽ ബാലൻസ്ഡ്.
താങ്കളുടെ പ്രസംഗം എന്നുള്ളത് ഈ അവസരത്തിന് ഉചിതമായിട്ടുള്ളതും അത് വെൽ ബാലൻസ്ഡ് ആയിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. തീരുന്നില്ല. അദ്ദേഹം പിന്നീട് അത് കഴിഞ്ഞിട്ടൊരു കത്തെഴുതി. 1975 ആഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് അടുത്ത കത്ത് എന്നുള്ളത്. അത് 4-ാം തീയതി വന്ന ഓർഡിനൻസിനെ സംബന്ധിച്ചാണ്. ഒരു ഓർഡിനൻസ് വന്നത് ഈ പിന്നെ ഹൈക്കോടതി വിധിയെല്ലാം വന്നതിന് ശേഷം ഉണ്ടായ കാര്യമാണ്. അതിനെ ആ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. RSSൻ്റെ നിരോധനം നീക്കാൻ വേണ്ടി, The RSS has never done anything as might hamper the smooth running of the government. സർക്കാരിൻ്റേതായ സുഖകരമായ പ്രവർത്തനത്തിന് ഏതെങ്കിലും വിധത്തിൽ വിഘാതമുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു കാര്യവും RSS ചെയ്തിട്ടില്ല. ആരാ എഴുതുന്നത്? ബാലസാഹേബ് ദേവരസാൻ. എന്നിട്ട് എഴുതുകയാണ്, ദ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആൻഡ് ദ പീസ് ഓഫ് ദ കൺട്രി. ആഭ്യന്തര സുരക്ഷിതത്വത്തിനും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കുമെതിരായി ഒന്നും ചെയ്തിട്ടില്ല. ദി എയിം ഓഫ് ദ സംഘ് ഇസ് ടു യുണൈറ്റ് ദ ഓൾ ഇന്ത്യ ഹിന്ദു കമ്മ്യൂണിറ്റി. ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തെ ഒരുമിപ്പിക്കൽ. പിന്നെ ബാക്കി ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ജയിലിൽ നിന്ന് തുറന്നു വിടണം എന്നാണ്. തീരുന്നില്ല. BJPയുടെ നേതാവും പാർലമെൻ്റ് അംഗവുമായ സുബ്രഹ്മണ്യം സ്വാമി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമുണ്ട്. 21 മാസക്കാലത്ത്, ആഭ്യന്തര അടിയന്തരാവസ്ഥക്കാലത്ത് 20 മാസക്കാലം ശ്രീ അടൽ ബിഹാരി വാജ്പേയി എങ്ങനെയാണ് പരോളിൽ പുറത്തു കഴിഞ്ഞത് എന്നുള്ളത് അദ്ദേഹം എഴുതി കൊടുത്തൊരു കത്തുണ്ട്. ഞാൻ ഒരു കാരണവശാലും സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും പ്രസംഗങ്ങളിലും ഏർപ്പെടുകയില്ല എന്നുള്ളത്. ഇവിടെ RSSനെയും ബി ജെ പിയും തുലനം ചെയ്യുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും തുലനം ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ ആയിക്കോളൂ, ഒരു കുഴപ്പവുമില്ല. ഇനി ഈ CPIM ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് അനിൽ ബോസും അദ്ദേഹത്തിൻ്റെ നേതാക്കളും പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടതാണല്ലോ. അതാ ബീഹാറിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മത്സരിക്കാനായി സീറ്റുകൾ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ട് ഈ പറഞ്ഞതുപോലെ തന്നില്ല എങ്കിൽ മുന്നണി വിട്ടുപോകുമെന്ന് ഒടുവിൽ പറഞ്ഞതെന്നാണ് ലല്ലു പ്രസാദ് ഒന്ന് കൊടുത്തേക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയതായ സീറ്റുകളിൽ മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ട് വഴിയെ പോകുന്ന ആളുകളടക്കം വിളിച്ചുകൊണ്ട് നിർത്തി അവരുടെ അടയാളവും കൊടുത്ത് മത്സരിപ്പിച്ചിട്ട് തോറ്റത് കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു മുഖ്യമന്ത്രിയായി തേജസ്വി യാദവ് അങ്ങനെ വരുമായിരുന്നത്. അങ്ങനെ ബീഹാറിൽ നിന്ന് BJPക്ക് എതിരായിട്ടുള്ളൊരു പുതിയ സൂര്യോദയം ഉണ്ടാവുമായിരുന്നത്. അത് തല്ലിക്കെടുത്തി കോൺഗ്രസ് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ബീഹാറിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ പഴയതുപോലെ കോൺഗ്രസിന് സീറ്റുകൾ നൽകേണ്ടതില്ല എന്ന് RJD അടക്കം തീരുമാനിക്കേണ്ടി വന്നത്. കോൺഗ്രസ് എടുക്കേണ്ടുന്നൊരു നിലപാടുണ്ട്. ആ നിലപാട് ഈ പറയുന്ന രാഷ്ട്രത്തിനെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എത്ര വലുതായാലും ചെറുതായാലും എല്ലാ ഗ്രൂപ്പുകളെയും എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാനാണ് വലുത് എന്നുള്ള നിലയിലേക്ക് അത്തരത്തിലുള്ള ഞങ്ങൾ വലുതാണ് എല്ലാവരും കുമ്പിട്ട് വെക്കണം എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു കാര്യം സ്വീകരിക്കുന്നത്. അനിൽ ബോസ് നോക്കൂ, വേണമെങ്കിൽ താരതമ്യം ചെയ്യാം RSSനെയും കോൺഗ്രസിനെയും തമ്മിൽ എന്നാണ് ഡോക്ടർ സമ്പത്ത് ഇപ്പോൾ ഉദാഹരണ സഹിതം പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ട്. ആം ആദ്മി പാർട്ടിയുമായുള്ള പ്രശ്നം പറഞ്ഞു, RJDയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. ഇതായിപ്പോൾ ഏറ്റവും കൂടുതൽ CPIMനോട് ഇങ്ങനെ ഉള്ള പ്രസ്താവനകൾ കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെ രാഹുൽ ഗാന്ധി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആലോചിക്കുമ്പോൾ നിരീക്ഷകരൊക്കെ എന്ത് വാക്കുപയോഗിക്കും എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നോക്കൂ, നിങ്ങൾ ഈ കേരളത്തിൽ ഇത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിച്ചതിന് ചില രാഷ്ട്രീയം ഇവിടെയുള്ളവർ കാണുന്നുണ്ട്. അത് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. കോൺഗ്രസിന് ചില പ്രതിസന്ധികൾ, ഈ വയനാട്ടിലെ പൈസ പിരിച്ചതിൻ്റെ പേരിലുള്ള ആപ്പിലെ പ്രശ്നങ്ങൾ വരെ, അതുപോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. നിലമ്പൂരിന് ശേഷം ഒരു ഭാഗത്ത് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പുറത്ത് മറ്റുള്ളവരും എന്നുള്ള തരത്തിൽ ചാണ്ടി ഉമ്മനും ഒക്കെ ചേർന്ന് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ശശി തരൂരിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു. ഇതൊക്കെ എങ്ങനെയെങ്കിലും കടന്നു കയറണമെങ്കിൽ ഈ VD സതീശിൻ്റെ 100+ എന്ന ഒരു സ്വപ്നമൊക്കെ പൂവണിയണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടിങ്ങനെ പറയിച്ചാലേ പറ്റൂ. ഇവിടെയുള്ളവർക്ക് പറ്റില്ല എന്നുള്ള നിരീക്ഷണങ്ങളുണ്ട്. എൻ്റെ നേരെ ചാടരുത്, നിരീക്ഷണങ്ങളുള്ള പ്രതികരണം. ഞാൻ ഈ സമ്പത്തിൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പം ലാലിൻ്റെ നിശബ്ദത ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ഞാനും കേൾക്കുകയായിരുന്നു. ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയിൽ ദുർഗാദേവിയോട് ഇന്ദിരാഗാന്ധി ഉപമിച്ചത് എന്തുകൊണ്ടാണ് പറയാത്തത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. പല കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ പറയാമല്ലോ, അതുകൂടെയൊക്കെ പറയാമായിരുന്നു. അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അദ്ദേഹം പറയട്ടെ. ഇവിടെ വളരെ ക്ലിയർ കട്ടായി നമ്മൾ കേരളത്തിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ RSSുമായി ഞങ്ങൾ യോജിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ വീഡിയോ അയച്ചു തരട്ടെ, ഇപ്പം തന്നെ അയച്ചു തരട്ടെ അല്ലേ? RSSുമായി ഞങ്ങൾ നേരിട്ട് സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്, ഇനിയും വേണ്ടി വന്നാൽ ഉണ്ടാക്കുമെന്ന് പരസ്യമായി മനോരമയുടെ പ്ലാറ്റ്ഫോമിലും പബ്ലിക് മീറ്റിങ്ങിലും
പരസ്യമായി ഇന്റർവ്യൂ കൊടുത്ത ആളാണ് നിങ്ങളുടെ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആള്. അനിൽ ബോസ് ഒറ്റ സെക്കൻഡ്, ആ അനിൽ ബോസ് അയച്ചു തരുമെങ്കിൽ ഒന്ന് ലാലൊന്ന് പ്ലേ ചെയ്തേക്കും. 100% എന്റെ സമയം എടുത്തോളൂ, എന്റെ സമയം എടുത്തോളൂ. എന്റെ സമയം എടുത്തോളൂ. നിങ്ങൾ ശരി പറഞ്ഞോളൂ. RSSുമായി ഞങ്ങൾ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞ വീഡിയോ ഞാൻ അയച്ചുതരാം. ഒറ്റ സെക്കൻഡ്. സഖ്യം മാറിയോ? ഞാൻ പിന്നെ പറഞ്ഞു അല്ല, RSSുമായി ധാരണ എന്ന് പറഞ്ഞാൽ എന്തായാലും അയക്കൂ. ധാരണ എന്ന് പറഞ്ഞാൽ സഖ്യല്ലേ? സഖ്യല്ലേ? അയക്കൂ. ഞാൻ അയക്കാം. സമയം പോകുന്നതിന് മുമ്പ് എളുപ്പം ഞാൻ അയക്കുകയാണ്. ബാക്കി പറഞ്ഞോളൂ. ഞാൻ PCR-ലേക്ക് അയക്കാം, അവർ പരിശോധിക്കട്ടെ. ഞാനിടാന്ന് ഒരു സംശയമില്ല. ഞാൻ അയക്കാം. അല്ല, അയച്ചിട്ടേ ഉള്ളൂ. അയച്ചിട്ടേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഇനി ഒരു സെക്കൻഡ് സമയം കളയാതിരിക്കൂ. താങ്കൾ അത് പറഞ്ഞോളൂ. രണ്ടും ഒരുമിച്ച് നടക്കാമല്ലോ. താങ്കൾ ഈ ടെക്നോളജിയിലൊക്കെ വളരെ ഇല്ല സമയങ്ങളില്ല. നിങ്ങൾ സമ്പത്തിന്റെ സമയം എനിക്ക് തന്നു. സമ്പത്തിന്റെ സമയം തന്നിട്ടുണ്ട്. ലാൽകുമാറിലേക്ക് വെക്കോ, ഞാൻ അയച്ചോളാം. ലാൽകുമാറിലേക്ക് പറഞ്ഞോളൂ. ലാൽകുമാറിനോട് ചോദിക്കാറായില്ല. താങ്കൾ പറയുന്നത് കേട്ടാലേ ലാൽകുമാർ ഒരു ആവേശം വരൂ. താങ്കൾ വേഗം പറയൂ. ഞാനിന്ന് അയക്കട്ടെ, ഞാൻ എടുക്കണ്ടേ? അല്ലാതെ ബ്രേക്ക് ടൈമിൽ അയച്ചാലും മതി. താങ്കൾ ഇത് പറഞ്ഞോളൂ, പൂർത്തിയാക്കിയിട്ട് അയക്കൂ. അല്ല, അന്ന് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അയക്കാതിരിക്കാൻ പറ്റുമോ? ശരി പോരട്ടെ. സമയം പോകുന്നു സാർ. താങ്കൾ അല്പം ഇതിനകത്ത് പ്രേക്ഷകരെ കൂടി ഓട്ടിക്കരുത്. ഇതാരും കാണില്ല. താങ്കൾ ഇങ്ങനെ നിശബ്ദമായി ഇരുന്നാലുണ്ടല്ലോ. ശരി, ആയിക്കോട്ടെ. താങ്കൾക്ക് സമയം തരാം. താങ്കൾ അത് പിന്നീട് നോക്കിയെടുത്ത് അയച്ചു തന്നാൽ മതി. താങ്കൾക്ക് ആ പ്രേക്ഷകർക്ക് മനസ്സിലാവും. താങ്കൾ ബാക്കി പറയൂ. ഞാൻ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. വയനാട്ടിലെ ആപ്പ് പേടിച്ച്, ശശി തരൂരിൻ്റെ പ്രസ്താവനകൾ പേടിച്ച്, പഞ്ചായത്ത് ഇലക്ഷനിൽ കടന്നു കയറാൻ പറ്റുമോ എന്നുള്ള പേടി കൊണ്ട് ഉയരുന്ന ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, ഇതെല്ലാം പേടിച്ച് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയ RSS കോൺഗ്രസ് സാമ്യത്തെ മറച്ചു നിർത്തിക്കൊണ്ട് CPM-നെയൊക്കെ ഇങ്ങനെ തുലനം ചെയ്ത് പറയിക്കുന്നതാണ് നല്ലത്. രാഹുൽ ഗാന്ധി പറഞ്ഞാലേ ഏൽക്കൂ, കുറച്ച് വോട്ടെങ്കിലും കിട്ടൂ എന്ന് കരുതി കോൺഗ്രസ് ഇവിടെ ചെയ്യിച്ചതാണോ എന്നതാണ് ചോദ്യം. അതിന് മറുപടി പറഞ്ഞോളൂ. അല്ല, ഞാൻ പിന്നെ അയക്കാം. ഒരു സെക്കൻഡ് ക്ലിപ്പ് ഞാൻ അയച്ചു തരാം. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോസ് ഒരുപാട് കിടക്കുന്നല്ല, ഞാൻ എടുത്തു തരാം. എൻ്റെ ഈ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ശശി തരൂരിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഇൻറ്റേർണൽ ഗ്രൂപ്പ് കാര്യങ്ങളോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താ? കേരളത്തിന് പുറത്ത് CPM-ഉം കോൺഗ്രസും അടക്കമുള്ള ഇന്ത്യ മുന്നണി സഖ്യത്തിൽ നമ്മൾ മത്സരിക്കുന്നു. നമ്മൾ ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. നമ്മൾ സംഘപരിവാറിനെതിരെ പരസ്യമായ യുദ്ധം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തുമ്പോൾ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു. ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു. ഈ കാര്യത്തിലൊന്നും ഞങ്ങൾക്കാർക്കും തർക്കമില്ല. ദേശീയ തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് പല സന്ദർഭങ്ങളിലും CPM നിലപാടെടുത്തിട്ടുണ്ട്. സീതാറാം യെച്ചൂരിയാണ് രാഹുൽ ഗാന്ധിക്ക് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞു കൊടുത്തതെന്ന് ലാൽ ഇവിടെ ചർച്ചയിൽ പറഞ്ഞു. ഞാനതിനെ പോസിറ്റീവായി സ്വാഗതം ചെയ്യുന്നു. ദേശീയ തലത്തിലുള്ള പോരാട്ടത്തിന് അതിനേക്കാൾ മുമ്പ് ഹർകിഷൻ സിംഗ് സുർജിത്ത് കൂടെ നിന്നിട്ടുണ്ട്. എന്നാൽ ഈ സന്ദർഭത്തിലൊന്നും പ്രകാശ് കാരാട്ട് കൂടെ നിന്നിട്ടില്ല. പ്രകാശ് കാരാട്ട് എന്നും എടുത്തിട്ടുള്ള സമീപനം ഹിന്ദു പ്രീണന രാഷ്ട്രീയമാണ്. അപ്പോൾ അതുകൊണ്ട് CPM-ൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ നേതാക്കൾ സംഘപരിവാർ വിരുദ്ധ ലൈൻ സ്വീകരിക്കുകയും അതിനനുസരിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനെ പോസിറ്റീവായി എടുക്കുമ്പോൾ തന്നെ പ്രകാശ് കാരാട്ടിൻ്റെ നടപടികൾ പിന്തുടർന്നുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സംഘപരിവാറിന് വളം വെച്ച് കൊടുക്കുന്ന, ജലമൊഴിച്ചു കൊടുക്കുന്ന സമീപനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്നും CPM-ൽ നിന്നും ഇന്ന് അധികാരം കൈയാളുന്ന CPM എന്ന് പറഞ്ഞാൽ CPM-ലെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി അധികാരം രാഹുൽ ഗാന്ധിക്ക് ഇന്ന് അവിടെ പറയാമല്ലോ. അവിടെ MA ബേബി ഉണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യ ബ്ലോക്കിൽ വേണ്ട എന്ന് രാഹുൽ ഗാന്ധിക്ക് അവിടെ MA ബേബിയുടെ മുഖത്ത് നോക്കി പറയാമല്ലോ. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാം. ഇന്ത്യ അലയൻസ് യോഗത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാം, രാഹുൽ ഗാന്ധി ഇങ്ങനെ ചോദിച്ചോ MA ബേബിയോട്, അല്ലെ MA ബേബി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ഞാനും കൂടെ പങ്കെടുക്കുമ്പോൾ ചോദിക്കാം. അല്ലെ ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. മാധ്യമങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. ഇപ്പൊ പറഞ്ഞതുപോലെ പബ്ലിക്കായി പറയാമല്ലോ. അത് ലാലെ ചോദിച്ചോട്ടെ, മാധ്യമങ്ങൾ ചോദിച്ചോട്ടെ. നിങ്ങളുടെ തന്നെ മാധ്യമങ്ങളുണ്ടല്ലോ, നിങ്ങൾ ചോദിച്ചോന്നേ. രാഹുൽ ഗാന്ധിയോടോ MA ബേബിയോടോ ഒക്കെ ചോദിച്ചോ. പക്ഷെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതി എന്താ?
കേരളത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രവത DGP ആയി നിയമിച്ച വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? നിങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് എന്തിന് രാഹുൽ ഗാന്ധി വന്ന് പറയണം? ഇവര് പറഞ്ഞിട്ട് ഏക്കുന്നില്ലേ ഇവിടെ? അല്ലെ, രാഹുൽ ഗാന്ധി പറയേണ്ട കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറയും. രാഹുൽ ഗാന്ധി വീടുകളിൽ പോകണമെങ്കിൽ രാഹുൽ ഗാന്ധി വീടുകളിൽ പോകുന്നേ. അതെ, കേരളത്തിൽ മതേതര രാഷ്ട്രീയമായി കേരളത്തിലല്ല സാർ, ഇന്ത്യയിലെ മുഴുവൻ ഓടിച്ച് രാഹുൽ ഗാന്ധി ഒരു സെക്കൻഡ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നതും ഈ രാജ്യത്തെ ജനലക്ഷങ്ങളെ കണ്ടതും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും പോയിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ഇന്ത്യൻ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇന്ത്യയിൽ ആരെയാണ് സംഘപരിവാറുകാർ കൃത്യമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇന്ത്യൻ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. എൻഫോഴ്സ്മെൻറ്റിനെ ഉപയോഗിച്ചാണെങ്കിലും മറ്റേജൻസികളെ ഉപയോഗിച്ചാണെങ്കിലും രാഹുൽ ഗാന്ധിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അടക്കം, കോടതിയെ അടക്കം ഉപയോഗിച്ച് അയോഗ്യനാക്കുന്ന അടക്കം അദ്ദേഹത്തെ വേട്ടയാടണമെങ്കിൽ അവർക്കറിയാം നോ കോംപ്രമൈസ് നിലപാടുമായി ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ രാജ്യത്ത് ശബ്ദിക്കുന്ന ഏക നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നറിയാം. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലുടനീളം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടാക്കി നമ്മളൊരു പോരാട്ടം നടത്തുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ട CPM-ന്റെ കേരള ഘടകം RSS-നൊപ്പവും BJP-ക്കൊപ്പവും സംഘപരിവാറിനൊപ്പവും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി RJD-യോട് ഇതേ സമീപനം നടത്തി RJD-ക്ക് അവിടെ ഉയർന്നു വരാവുന്ന അവസരങ്ങളെ ഇല്ലാതാക്കിയത്. ഇതേ നിലപാട് ഇപ്പോൾ CPM-നോട് കാണിക്കുന്നതെന്ന പരാതി അതുകൊണ്ടല്ലേ വരുന്നത്? ഇതൊക്കെ ചുമ്മാ നമ്മൾ ബാലിശമായി ചർച്ചയിലിരുന്നുകൊണ്ട് RJD അങ്ങനെയാണോ, ആം ആദ്മി അങ്ങനെ, ഇത് നമ്മളെല്ലാം വ്യത്യസ്തമായ പാർട്ടികളല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം വ്യത്യസ്തമായ പാർട്ടികളല്ലേ. കേരളത്തിലാണെങ്കിൽ നമ്മൾ രണ്ട് മുന്നണിയല്ലേ. അപ്പോൾ ഈ മുന്നണി രാഷ്ട്രീയമുണ്ട്, പാർട്ടി രാഷ്ട്രീയമുണ്ട്. അതിൽ ഓരോ സംസ്ഥാനത്തും ഓരോ എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ ഞങ്ങളുടെ സഖ്യമില്ലാതെ തമിഴ്നാട്ടിൽ മുന്നണി സഖ്യത്തിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയ തലത്തിലെ നേതാക്കൾ തമ്മിൽ ഡൽഹിയിൽ ഇത് കാണിക്കാറുണ്ടോ? അല്ലല്ല ലാലെ, രാഹുൽ ഗാന്ധിക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് CPM കാണിക്കുന്ന എല്ലാ നെറികേടിനും ഞങ്ങൾ കൂട്ടുനിൽക്കണമെന്നാണോ? രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ പൊതുരാഷ്ട്രീയം ഉയർത്തുന്ന, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഉയർത്തുന്ന പൊതുവിഷയങ്ങളിൽ യോജിക്കാവുന്ന എല്ലാ പാർട്ടിയുമായും എല്ലാ വ്യക്തികളുമായും എല്ലാ നേതാക്കളുമായും യോജിക്കും. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി കേരളത്തിൽ CPM ഉയർത്തുന്ന സംഘപരിവാർ രാഷ്ട്രീയമുണ്ട്. അത് ചലഞ്ച് ചെയ്യുന്നേ. ഇന്ത്യയുടെ ഭാഗമാണെന്ന് കേരളം. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഈ സംസ്ഥാനത്ത് വരുമ്പോൾ, കോൺഗ്രസ് നേതാവ് ഈ സംസ്ഥാനത്ത് വരുമ്പോൾ ഈ സംസ്ഥാനത്ത് നടക്കുന്ന ദുഷ്ചെയ്തികൾ ചൂണ്ടിക്കാണിക്കും, വീണ്ടും ആവർത്തിക്കും. ശരി ലാൽകുമാർ, ഈ പറയുന്ന കാര്യങ്ങൾ അൻപോസ് പറയുന്നതിനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? കോൺഗ്രസിന്റെ ഈ പ്രശ്നങ്ങളൊന്നും അവർ മറച്ചു പിടിക്കാനല്ല. രാഹുൽ ഗാന്ധി എവിടെയും ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ക്ഷുഭിത യൗവനമായി ഇപ്പോഴും ഈ CPM-നെ എതിർത്ത് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇങ്ങനെ ഓടി നടന്ന് ഇന്ന് ഡൽഹിക്ക് പോയിരിക്കുന്നു. അല്ല, അനിൽ ബോസിന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ആ പാർട്ടിയുടെ വക്താവാണ് അദ്ദേഹം. അപ്പോൾ അതിനകത്ത് ഞാൻ സർപ്രൈസ്ഡ് ഒന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ രാഹുൽ ഗാന്ധി സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ബ്രദർ ലോയെ, എന്നുവെച്ചാൽ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെ ED വേട്ടയാടുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് കൗതുകകരമായി തോന്നിയൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ആ പൊളിറ്റിക്കൽ നറേറ്റീവിലേക്ക് വരാം, ഈ എക്സാമ്പിളിൽ കൂടെ വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റോബർട്ട് വധരയ്ക്ക് പൂർണ്ണമായ അനുകൂലമായ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ റോബർട്ട് വധര കോൺഗ്രസിനല്ല ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ കൊടുത്തത്, അത് BJP-ക്കാണ്. നമ്മുടെ മുന്നിൽ കണ്ട ഒരു കാര്യമാണ്. അതിനകത്തൊരു ഐറണി തോന്നില്ലേ? നമ്മൾ സാധാരണഗതിയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, ഇപ്പം രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആദ്യത്തെ 3 പേരുടെ പേര് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന പ്രിയങ്ക ഗാന്ധി, അദ്ദേഹത്തിൻ്റെ അമ്മ, പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, അവരുടെ മക്കൾ അല്ലേ? അതിനകത്ത് നിൽക്കുന്ന വെച്ചാൽ അത്രയും കോൺഗ്രസിൻ്റെ ക്രീമായി നിൽക്കുന്ന ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ പീക്ക് എന്ന് പറയുന്ന കോൺഗ്രസ് BJP തന്നെ പറയുന്നതാണ് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്നല്ലേ. ആ ഡൈനാസ്റ്റി പൊളിറ്റിക്സിലെ ഈ പറയുന്ന റോബർട്ട് വധര കൊടുക്കുന്ന പണം ആർക്ക് ചെല്ലുന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനല്ല ചെല്ലുന്നത്, അത് BJP-ക്കാണ് ചെല്ലുന്നത്. ആ BJP-ക്ക് ചെല്ലുന്ന വധരയാണ് ഇന്നലെ അദ്ദേഹം താലോലിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തൊരു അന്തർധാരയില്ലേ? എനിക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നുവാണ് ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കേൾക്കുമ്പോൾ.
കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ഇവർ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈൻ നോർത്ത് ഇന്ത്യൻ ഹാർട്ട് ലാൻഡിൽ കളിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടുത്തെ കാര്യമാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഹാർട്ട് ലൈൻ ഹിന്ദുത്വ കളിക്കുന്ന BJPയുടെ മുന്നിൽ സോഫ്റ്റ് ഹിന്ദുത്വ കളിച്ച് എങ്ങനെ പിടിച്ചു നിൽക്കാം എന്ന് ശ്രമിക്കുന്ന കോൺഗ്രസിനെ നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ പല സന്ദർഭങ്ങളിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോ കാര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് കോൺഗ്രസ് കേരളത്തിലേക്ക് വരുമ്പം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയിപ്പിക്കുന്നു. എന്താണ് ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു നേതാവായിരിക്കാം ചിലപ്പം രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് കേരളത്തിൽ വലിയ ഫേസ് വാല്യൂ ഉള്ളവരാണ്, അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം മുന്നോട്ട് വന്ന് ഹീസ് മേക്കിംഗ് എ സ്റ്റേറ്റ്മെൻറ്റ് അഗെയിൻസ്റ്റ് പിണറായി വിജയൻ ആൻഡ് CPIM. എന്തുകൊണ്ട്? കാര്യം അടുത്ത തെരഞ്ഞെടുപ്പാണ് അതിനകത്ത് ലക്ഷ്യം. ആ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നം CPIM എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് CPIM ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പം അനിൽ ബോസ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അനിൽ ബോസ് പറഞ്ഞ കാര്യം, ഈ CPIM ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതായിരുന്നെങ്കിലും നമുക്ക് രാഷ്ട്രീയ വിമർശനമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. കാര്യം രാഷ്ട്രീയ വിമർശനമായിട്ട് എടുക്കാം, പക്ഷേ ഇതിനെ രാഷ്ട്രീയ വിമർശനമായിട്ട് എടുക്കാൻ പറ്റില്ല. അദ്ദേഹം അതിന് മേളിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. നിങ്ങൾ കോൺഗ്രസ് ഇപ്പം ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കുന്നില്ലേ എന്ന് പറയുന്നത് എൻ്റെ കോൺഗ്രസിനെ കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനമാണ്. അതേ ലൈനിൽ അനിൽ ബോസിൻ്റെ രാഷ്ട്രീയ പക്വതയിൽ നിന്നാണ് അനിൽ ബോസ് കാര്യങ്ങൾ പറയുന്നത് അല്ലേ? അപ്പോൾ അനിൽ ബോസ് പിണറായി വിജയൻ കളിക്കുന്നത് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അല്ലെങ്കിൽ ഹിന്ദു അപ്പീസ്മെൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ വിമർശനം വെക്കാം. പക്ഷേ അതല്ല രാഹുൽ ഗാന്ധി വെക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, കേരളത്തിൽ നിന്ന് ഉള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ വളരെ കുറവായിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കുറച്ച് പേരല്ലേ ഉള്ളൂ. അതിനകത്ത് പ്രമുഖനായ ഒരാളാണ് ശശി തരൂർ. ശശി തരൂർ ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് സംശയമാണ്. അദ്ദേഹത്തിനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് പോലും പുറത്താക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, പാർലമെൻറ്റ് മെമ്പർ സ്ഥാനം അദ്ദേഹം BJPയിലേക്ക് പോയാൽ നിലനിർത്താതിരിക്കാനായിട്ടാണ് അദ്ദേഹത്തിനെ പുറത്താക്കാത്തതെന്നൊക്കെയുള്ള ന്യായങ്ങൾ കോൺഗ്രസ് പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയോ? ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പിണറായി വിജയൻ്റെ കാര്യം പോട്ടെ, BJP വെച്ചാൽ കോൺഗ്രസ് തന്നെ ഏറ്റവും നീചപ്രവൃത്തിയിൽ നിൽക്കുന്ന ആളാണ്, ചെയ്യുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കെതിരെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിലെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലുള്ള പ്രമുഖനായ മുൻ മന്ത്രിയായ കോൺഗ്രസ്സുകാരനായ ശശി തരൂരാന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കുന്നു. അനിൽ ബോസിന്റെ വീഡിയോ ഇതുവരെ എത്തിയിട്ടില്ല എങ്കിലും ഡോക്ടർ സമ്പത്ത് ഒരു വീഡിയോ എനിക്കിപ്പോൾ ഇങ്ങോട്ട് അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ നരേന്ദ്രമോദിയുടെ ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗമാണ്. അതിൽ പറയുന്നത് കോൺഗ്രസിനെ അല്ല ഞങ്ങൾക്ക് പേടി, കേരളത്തിൽ ഒരു മൂലയിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ഉള്ളതെങ്കിലും അവരുടെ ആശയങ്ങൾ ആശയങ്ങൾ അപകടമാണ് എന്ന് പറയുന്ന മോഡിയാണ് ഇത്. ആ കാര്യം ഞാൻ അനിൽ ബോസിന്റെ മുമ്പിലേക്ക് വെക്കുകയാണ്. അനിൽ ബോസ് മറുപടി പറഞ്ഞോളൂ, ഒറ്റ മിനിറ്റ് സമയം സമ്പത്ത് എനിക്ക് അനുവദിച്ചു. ഇല്ലില്ല, ഒരു സെക്കൻഡ് സമ്പത്ത് എനിക്ക് സമയം അനുവദിച്ചതെന്നാണ് ഈ പറയുന്നത്. ഇത് കേട്ടാ മതി. RSSന്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് EMS തന്നെ പറഞ്ഞ വാചകമായിരുന്നു. പിന്നീട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുണ്ട്. പിന്നീട് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വാചകം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് അതിന്റെ എങ്ങനെയുണ്ട്? ഇത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോണി ലൂക്കോസുമായി മനോരമയിൽ നടത്തിയ ഇന്റർവ്യൂ ആണ്. RSSന്റെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ ഘട്ടത്തിലും RSSന്റെ വോട്ട് വേണ്ട എന്ന് എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വോട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതാണോ താങ്കൾ നേരത്തെ പറഞ്ഞ സഖ്യവും ധാരണയും? താങ്കൾ നേരത്തെ പറഞ്ഞ സഖ്യവും ധാരണയും ഒക്കെ ഇതാണോ താങ്കൾ നേരത്തെ പറഞ്ഞത്? കേരളത്തിലെ മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായ ഒരാൾ മാധ്യമങ്ങൾ മുമ്പാകെ ശരിയല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായ ഒരാൾ ജോണി ലൂക്കോസിനെ പോലെ ഞങ്ങൾ RSSന്റെ വോട്ട് വേണ്ടെന്നും എന്നാൽ എല്ലാ ഘട്ടത്തിലും എന്നും പറഞ്ഞാൽ അതിനെയാണ് സംഘപരിവാർ രാഷ്ട്രീയമെന്ന് ഞങ്ങൾ പറയുന്നത്. ഞാനിവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഒരു ഹിന്ദി ടെലിവിഷൻ മാധ്യമത്തിന് നൽകിയതായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ നിന്നാണ് ഞാനത് കാട്ടിയത്. ഞങ്ങൾക്ക് കോൺഗ്രസിനെ ഭയമില്ല,
ഞങ്ങൾക്ക് ഭയമുള്ളത് ഈ ഇന്ത്യയിൽ കേരളം എന്നൊരു കോണിൽ മാത്രമാണെങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അവരുടെ ആശയങ്ങളെയാണ്. അദ്ദേഹം പറഞ്ഞതും ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് രണ്ടാളുകളാണെങ്കിലും രണ്ടുപേരുടെയും നാവിൽ നിന്ന് വന്നത് ഒന്ന് തന്നെയാണ്. സഖാവ് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നേരത്തെ ശ്രീ അനിൽ ബോസ് പറഞ്ഞത് എങ്ങനെയാണെന്ന്, ആടിനെ ഒന്ന് പട്ടിയെ പേപ്പട്ടിയാണെന്നാക്കിയിട്ട് പിന്നെ അതിനെ തല്ലിക്കൊന്നിട്ട് അത് സൂപ്പ് മുതൽ റോസ്റ്റ് വരെ ആക്കുന്നതായിട്ടുള്ളൊരു കാര്യം ജോണി ലൂക്കോസിന്റെ നമ്മൾ എല്ലാം കണ്ടതാണ്. ജോണി ലൂക്കോസിന്റെ ഇന്റർവ്യൂവിൽ ഇവിടെ അനിൽ ബോസ് പറഞ്ഞത് സഖ്യം എന്ന് പറഞ്ഞു. സഖ്യം എന്നത് ധാരണയായി. ധാരണ എന്നുള്ളത് ഇപ്പോൾ ആ ഇന്റർവ്യൂവിലെ ഒരു പോർഷൻ വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അങ്ങനെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഈ പഞ്ചപാണ്ഡവന്മാർ കട്ടിൽക്കാല് പോലെ 3 എന്ന് കാട്ടിയിട്ട് ഇങ്ങനെ 2 പിന്നെ തറയിൽ വരയ്ക്കുന്നത് പോലെ. അവസാനത്തെ ഒരു മിനിറ്റ് ലാൽകുമാർ താങ്കളിലേക്കാണ്. അവസാനത്തെ ഒരു മിനിറ്റ്. ഇപ്പോ സഖ്യത്തിന്റെ കാര്യം പറഞ്ഞു, ധാരണയുടെ കാര്യം പറഞ്ഞു, ഏറ്റവും ഒടുവിൽ ഇപ്പോ എന്താണ് വോട്ട് ഞങ്ങൾക്ക് ആരുടെയൊക്കെ വേണ്ട എന്ന് പറഞ്ഞ വാചകങ്ങൾ, അതാണ് നമ്മളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത്. അനിൽ ബോസ് കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തുന്നത്. ഇതൊക്കെ വെച്ച് RSSും കോൺഗ്രസും തമ്മിലുള്ള ധാരണയും ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതും തമ്മിൽ ഒന്നായി വോട്ട് വാങ്ങിയിട്ടുണ്ട്. RSSുമായി ധാരണ പറഞ്ഞു. മനസ്സിലായില്ലേ? അനിൽ ബോസ് പറഞ്ഞ ഞാൻ പറയില്ല. RSSന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. RSSുമായി ഞങ്ങൾ പല ഘട്ടങ്ങളിലും ധാരണ. ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ കാര്യം. അതിന് മറുപടി പറയട്ടെ. താങ്കൾ RSS അത് പറഞ്ഞല്ലോ, ഞാൻ കേട്ടല്ലോ. അദ്ദേഹം അതിനകത്ത് ഉപയോഗിച്ച വാക്കുണ്ട്, ഒരു പ്രത്യേക ഘട്ടത്തിൽ. ആ പ്രത്യേക ഘട്ടം എന്താ? അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടാണ് ഈ പ്രത്യേക ഘട്ടം. എന്ന് വെച്ചാൽ സംഘപരിവാറിനെക്കാട്ടിലും നീചപ്രവൃത്തി കാണിച്ച കോൺഗ്രസിനെതിരെയുള്ള ഈ രാഷ്ട്രത്തിന്റെ പ്രതികരണത്തെ കുറിച്ചാണ് പറയുന്നത്. അതാണ് പ്രത്യേക ഘട്ടത്തിൽ എന്ന് പറയുന്നത്. ആ പ്രത്യേക ഘട്ടത്തെക്കുറിച്ച് അനിൽ ബോസും കോൺഗ്രസ്സുകാരും പറയത്തില്ല. ഈ രാജ്യം കണ്ട, സ്വതന്ത്ര ഭാരതം കണ്ട, മോഡി കാണിക്കുന്നതിനെക്കാട്ടിലും വലിയ നീചപ്രവൃത്തി ചെയ്ത ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിനുള്ള എതിർപ്പാണ്. അതാണ് ആ പ്രത്യേക സാഹചര്യം. അതുകൂടെ അങ്ങ് പറഞ്ഞാൽ മതി, വേറെ പൂർണ്ണമാവും. അത്രേ ഉള്ളൂ. അതെ, അത് തന്നെയാണ് പറയാനുള്ളത്. ഏത് സന്ദർഭത്തിലാണ് രാജ്യം ഒന്നിച്ച് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ ആ ഘട്ടത്തിലെ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ RSSും CPMും തമ്മിൽ ഒന്നാണ് എന്ന് അനിൽ ബോസ് പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഇന്നുയർന്നു വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാകുമോ? കോൺഗ്രസും BJPയും RSSും തമ്മിലുള്ള ധാരണകളെക്കുറിച്ച്, അല്ലെങ്കിൽ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഒക്കെ ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് CPMനെ എതിർക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെ കൊണ്ട് മുമ്പിൽ നിർത്തി 2 വോട്ട് നേടാനാകുമോ എന്ന് നോക്കുന്ന ഈ സാഹചര്യത്തെ ന്യായീകരിക്കാനാകുമോ? ഇന്ത്യ മുന്നണിയെ എങ്ങനെയാണ് ഇനി രാഹുൽ ഗാന്ധി മുന്നോട്ട് നയിക്കാൻ പോകുന്നത്? കാണേണ്ട കാഴ്ചയാണ്. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ സമ്പത്ത്, അനിൽ ബോസ്, ഒപ്പം N. ലാൽകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.